നമ്മളിന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സംവദിക്കുന്നത് എന്തിനോടാണ്, ആരോടാണ്? ആദ്യമൊക്കെ നമ്മൾ വാട്സപ്പിൽ നോക്കും, വാട്സപ്പ് മെസ്സേജ് ചെക്ക് ചെയ്യും, ഇമെയിൽ ചെക്ക് ചെയ്യും. പക്ഷേ ഈ സമയങ്ങളിലൊക്കെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം സംവദിക്കുന്നത് ഒരു പക്ഷേ ChatGPT അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനിയോടായിരിക്കും. നമ്മൾ ആദ്യമൊക്കെ വാട്സപ്പ് മെസ്സേജ് സിമ്പിളായിട്ട് അയക്കുമായിരുന്നു, ഒന്നും ചിന്തിക്കാതെ നമ്മുടെ ഇൻറ്റ്യൂഷൻ പോലെ അയക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യും? എല്ലാം ChatGPTയോട് ചോദിക്കും. ഇതെന്ത് ചെയ്യണം, ഇതൊന്ന് പ്രൊഫഷണലാക്കി തരും, ഇതൊന്ന് ഒരു ക്രിയേറ്റീവായിട്ടൊരു ടെക്സ്റ്റ് എനിക്ക് തരും. എവറിത്തിങ് വി ഡിപ്പെൻഡ് ഓൺ ChatGPT or any AI tool. So today in Dojo's podcast we have a special guest. He has been with AI training, mentoring, coaching, and he's delivering so many AI sessions. He has been certified in IBM and he has worked with Google Gemini, and he has a certificate from Vanderbilt University, and he has a wonderful experience in AI prompt engineering and delivering content. So this is my pleasure to invite Mr. Yusuf. Welcome to Dojo's podcast. ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, നിങ്ങളുടെ സർട്ടിഫിക്കേഷൻസ് ഉണ്ടല്ലോ, അപ്പം IBM, അതുപോലെ ഗൂഗിൾ ജെമിനിയുടെ ട്രെയിനറായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ വാൻഡർബിൽറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. സോ മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഹൗ യു ബിക്കം സോ മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ AI? എങ്ങനെയാണ് AIയുടെ ഒരു ലോകത്തേക്ക് വരുന്നത്? ഞാൻ ടീച്ചിങ് കരിയറിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അല്ലേ? അതെ അതെ അതെ. എങ്ങനെയാണ് AIയിലേക്ക് വരുന്നത്? നമ്മളൊരു AI ഒരു ലോകത്തു നിന്നാണ് ഒരു AIയിലേക്ക് നമ്മൾ സ്റ്റെപ്പ് ചെയ്തത്. ടീച്ചിങ്, അതുപോലെ മെന്ററിങ്, ഈ ഒരു ഫീൽഡിൽ നിന്ന്. അപ്പോൾ ആ ഒരു സമയത്താണ് AI വരുന്നത്. അപ്പോൾ നമുക്കതൊരു വളരെ കൗതുകമായിട്ട് തോന്നി. അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ച സമയത്ത് നമുക്ക് മനസ്സിലായി, സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു AI ഇതിനെ ഒന്നും കൂടിയും നമുക്ക് ഡെവലപ്പ് ചെയ്യാനും മാത്രമല്ല അതിനുവേണ്ടി നമുക്ക് ഒരുപാട് സമയം കണ്ടെത്താനും AI നമ്മളെ സഹായിക്കും. ആ ഒരു പോസിറ്റീവ് മുഖം കണ്ടപ്പോഴാണ് ഞാനൊരു ഇതിലേക്ക് ഒന്ന് മാറി ചിന്തിച്ചത്. AI എന്നുള്ളത് യൂസ് ചെയ്യാൻ എല്ലാവർക്കും അറിയായിരിക്കും. അതായത് യൂസ് ചെയ്യുന്ന ആളുകൾ, യൂസ് ചെയ്യാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. ഏതെങ്കിലും പർപ്പസിനായിട്ട്, ഇപ്പോൾ ChatGPT ആണെങ്കിലും അല്ലെങ്കിൽ ജെമിനി ആണെങ്കിലും ഏതെങ്കിലും ടൂളുകൾ, പക്ഷേ അത് എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം എന്നറിയുന്നവർ കുറവാണ്. യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, ഞാനടക്കം. നമ്മളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്, ഫ്രീ വേർഷൻ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് പേഴ്സൺസിനും ഓൺട്രപ്രണേഴ്സിനൊക്കെ AI എങ്ങനെ അത് ലെവറേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം എന്താണ് യൂസ്ഫുൾ തോന്നുന്നത്? എന്താണ്, എങ്ങനെയാണ് AI നമ്മുടെ ജീവിതത്തിന് ഭാഗമാകേണ്ടത്? ഈസ് AI an enemy or a friend? AI യൂസ് ചെയ്യുക, അതുപോലെ AI നമ്മളെ ഒരു ലിവറേജ് ആയിട്ട് യൂസ് ചെയ്യുക. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്കിത് നിർവചിക്കാൻ പറ്റും. സിമ്പിളായിട്ട് നമ്മൾ ക്യാപ്ഷനൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ചില ആളുകൾ AI ഉപയോഗിക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു സിമ്പിൾ യൂസ് കേസ് എന്ന് പറയുന്നത്. പക്ഷേ ലിവറേജിങ് വിത്ത് AI എന്ന് പറയുന്നത് AI വെച്ചിട്ട് നമ്മുടെ ഒരു വർക്ക് ഫ്ലോ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇതാണ് ലിവറേജിങ് വിത്ത് AI എന്ന്. ഇത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസിൽ മാത്രം ട്രാപ്ഡ് ആയിട്ട് നിൽക്കുന്നു. ഇതൊരു കൺസ്ട്രക്റ്റീവായിട്ടും ഡിസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ചില ആളുകൾ ഇതിൻ്റെ ഒരു ദൂഷ്യവശം മാത്രം ചർച്ച ചെയ്യും. അതൊരു ശരിയായ രീതിയല്ല. അങ്ങനെ സംഭവമുണ്ട്, ഇങ്ങനെ സംഭവമുണ്ട്. അതൊരു ശരിയായ രീതിയല്ല. അത് എന്തിനും അങ്ങനെ ഉണ്ടല്ലോ. ഒരു കത്തിയാണെങ്കിലും കത്തി കൊണ്ട് നമ്മൾ ഡബിൾ എഡ്ജ്ഡ് ആണ്. അതെ അതെ. അപ്പോൾ ആ ഒരു മനുഷ്യൻ ഇത് കൺസ്ട്രക്റ്റീവായിട്ട് യൂസ് ചെയ്താൽ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം എന്ന് ഞാൻ പറയുള്ളൂ. അതെ, കാരണം നമ്മളെ സമയം ലാഭിക്കാം, അതുപോലെ നമ്മുടെ ഫാമിലിയുടെ കൂടെ നമുക്ക് ക്വാളിറ്റി ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യാം. പ്രത്യേകിച്ച് ബിസിനസ്സുകാർ, ചില ആളുകളുണ്ടാവും, അവർ മാത്രമേ കമ്പനിയിൽ ഉണ്ടാവുള്ളൂ, എല്ലാ കാര്യങ്ങളും അവരായിരിക്കും ചെയ്യുക. അങ്ങനത്തെ ആളുകൾക്കൊക്കെ അവരിങ്ങനെ ബേൺ ഔട്ട് ആവും. അവർക്കൊരിക്കലും അവരുടെ ഫാമിലിയുടെ കൂടെ മര്യാദക്കൊന്ന് മനം തുറന്ന് സംസാരിക്കാനുള്ള സമയം കിട്ടില്ല. ഇനി സമയം കിട്ടിയാൽ തന്നെ അവർ ഫുള്ള് പ്രഷറിലായിരിക്കും. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരേ ടാസ്ക് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഈ ഒരു അവർ മാനുവലി ഇങ്ങനെ ചെയ്തിട്ട് ബേൺ ഔട്ട് ആയിട്ടുണ്ടാവും. അതെ അതെ. അത് നമുക്ക് റിപ്പീറ്റേറ്റീവ് ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതോടുകൂടി അയാൾ ഫ്രീ ആവാണ്. അപ്പോൾ അക്യുറസി കൂടും ചെയ്യും. മനുഷ്യനാകുമ്പോൾ നമ്മുടെ മൂഡ് ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. മൂഡ് സ്വിങ്. അതെ അതെ. പക്ഷേ ഈ AIക്ക് ഒരു പ്രശ്നം വരുന്നില്ല. AI അക്യുറസി, നമ്മൾ എത്രത്തോളം ഡാറ്റ നന്നായിട്ട് കൊടുക്കുന്നുവോ, കോണ്ടെക്സ്റ്റ് നന്നായിട്ട് കൊടുക്കുന്നുവോ, അത്രത്തോളം വളരെ മനോഹരമായിട്ട് AI ഔട്ട്പുട്ട് നമുക്ക് തരും. അപ്പോൾ അക്യുറസി കൂടും. മനുഷ്യനാവുമ്പോൾ അക്യുറസി കുറയാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ AIക്ക് പ്രോപ്പറായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ അക്യുറസി വളരെ കൂടുതലായിരിക്കും. അതെ, അവിടെ അത് അധികം ആൾക്കാർ മനസ്സിലാക്കുന്നത്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അവിടെ. അതെ അതെ അതെ.
നമ്മൾ പോയിട്ട് ഗീവ് മീ 2 പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പോസ്റ്റർ തരും. അതെ അതെ. അതിൽ കുറച്ചും കൂടി ഉദാഹരണം ഇപ്പോൾ നമ്മൾ ടാക്സിയിൽ കയറിയിട്ട് നമ്മൾ പറയാണ് ഡ്രൈവറോട് എങ്ങോട്ടാ പോകുമ്പോൾ എങ്ങോട്ടായാലും കുഴപ്പമില്ല, അപ്പോൾ അതേ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകും. ഈ ഒരു സംഗതിയാണ് പലപ്പോഴും ആളുകൾ AI യൂസ് ചെയ്യുമ്പോൾ നടക്കുന്നത്. സിമ്പിളായിട്ട് ചോദിക്കും. പക്ഷെ അങ്ങനെ ചോദിക്കരുത്. നമ്മൾ പറയാം ഇന്ന സ്ഥലത്തുള്ള ഈ ഒരു ലൊക്കേഷനിൽ ആ ഒരു ഡോർ സ്റ്റെപ്പിന് മുമ്പിൽ തന്നെ കൊണ്ടാക്കണം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ആ ഒരു പോയിന്റിൽ നമ്മൾ എത്തിച്ചു തരും. ഈ ഒരു സംഗതി നമ്മൾ AI ചോദിക്കുന്നിടത്ത് ഉപയോഗിക്കണം. കാരണം ഇതിന് പറഞ്ഞതേ അറിയൂ, പറയാതെ അറിയൂല. അതെ, എന്ത് പറഞ്ഞു കൊടുത്താൽ അതുപോലെ ചെയ്യും. പൊതുവേ പറയുന്നൊരു വിഷയം, AI എന്ന് പറയുന്നത് വലിയ കമ്പനികൾക്ക് ഉള്ള സാധനമാണ്. അത് വലിയ വലിയ MNCകൾ ശരിക്കും AI കമ്പനികൾക്ക് മാത്രമുള്ളതാണ്. അത് നമുക്ക് ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിലും AI വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? നമുക്കൊരു പ്രശ്നം വന്നു, നമ്മൾ ഈ പ്രശ്നം ആരോടെ പറയാം, ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്തു തരാൻ കഴിയുമെന്ന് ധാരണ ഒരാളോട് നമ്മൾ പറയും, നമ്മൾ ഷെയർ ചെയ്യും. ഇനി അങ്ങനത്തെ ഒരാൾ നമുക്ക് കിട്ടില്ല, നമ്മൾ ആരോട് പറയും? ഇങ്ങനെ ഒരു പ്രശ്നം ഇനി AI വന്ന കാരണത്താൽ വരാൻ പോകുന്നില്ല. കാരണം ഇതാണ് ഈ പേഴ്സോണ അല്ലെങ്കിൽ റോൾ പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്ന സാധനം. നമ്മൾ AIക്ക് ഒരു സ്പെഷ്യൽ പേഴ്സോണ കൊടുക്കുന്നു. ഈ ഒരു കൺസൾട്ട് ഇങ്ങനായി മാറണം, സൈക്കോളജിസ്റ്റ് ആവണം, അല്ലെങ്കിൽ ഈ ഒരു മെൻ്റൽ ഹെൽത്ത് ഈ ഫീൽഡിലുള്ള ആളായി മാറണം, എൻ്റെ ഈ ഒരു പ്രശ്നത്തിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരണം. അതോടുകൂടി വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് ആ ലെവലിലൊരു ഗൈഡൻസ് ആണ് നമുക്ക് നൽകുന്നത്. ഈവൻ നമ്മൾ പറയാണ് ഒരു 100 വർഷം ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു സൈക്കോളജിസ്റ്റായിട്ട് ഈ മാറണം, എന്നിട്ട് എന്നെ ഗൈഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു 100 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു സൈക്കോളജിസ്റ്റ് ഏത് മൈൻഡ് സെറ്റിലായിരിക്കും ഒരാൾ ഗൈഡ് ചെയ്യുക? ആ ഒരു പക്ഷേ ലോകത്ത് നമുക്ക് 100 years സൈക്കോളജിസ്റ്റ് കിട്ടുപോലും ഇല്ല. ഇവിടെ AI-നോട് ചോദിച്ചാൽ AI അങ്ങനെ ആയി മാറും നിമിഷങ്ങൾ കൊണ്ട്. അതെ അതെ അതെ, അത്രയും പുസ്തകങ്ങൾ വായിച്ച. ഇനി ഇതിൻ്റെ മറ്റു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ പറയാണ് ഒരു തീസിസ് എഴുതാൻ പോകണം. നമ്മൾ പറയാണ് 1000 പുസ്തകം ഈ വിഷയത്തിനെ കുറിച്ചുള്ള 1000 ബുക്സ് നീ വായിച്ചിട്ട് വരണം. അപ്പോൾ വിത്തിൻ മിനിറ്റ്സ് അത് വായിച്ചു വരുന്നു, ഞാൻ വായിച്ചിട്ടുണ്ട് കൊണ്ട് നല്ല പണി. എന്നിട്ട് നമ്മൾ പറയണേ അതെ അതെ എന്നിട്ട് നമ്മൾ പറയണേ ഇനി ഇതിൻ്റെ ലിറ്ററേച്ചർ റിവ്യൂ തയ്യാറാക്കും. ഈ 1000 പുസ്തകങ്ങൾ വായിച്ചിട്ട് ഒരു മനുഷ്യൻ ലിറ്ററേച്ചർ റിവ്യൂ തയ്യാറാക്കി എങ്ങനെ ഉണ്ടായിരിക്കും? സെയിം സാധനം നമുക്ക് അവിടെ കിട്ടും. മോർ ആക്യുറേറ്റ് ആയിരിക്കും. അതെ അതെ, മോർ ആക്യുറേറ്റ് ആയിരിക്കും. ഭയങ്കര ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഒരു സാധനം കിട്ടും. ഇത് മാനുവലി ചെയ്യുമ്പോൾ അവിടെ പല പ്രശ്നങ്ങളും ട്രിഗർ ചെയ്യാൻ പോകുന്നുണ്ട്. ബട്ട് ഇവിടെ ആളുകൾ AI-നെ ഇങ്ങനെ അബ്സോർബ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ AI-നെ കൊണ്ടുള്ള ഈ ലെവറേജിങ് അത് അവർ പൂർണ്ണമായും മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഉപകാരം മനസ്സിലാവുക. അപ്പോഴാണ് അത് മനസ്സിലാവുക. AI-നെ എനിമിയായിട്ട് കാണുമ്പോഴും പ്രശ്നമാണ്. AI നമ്മളെ ഒരു വർക്കിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു ടൂളാണ്. അതെ അതെ, AI ഒരു ടൂളാണ്. ഞാൻ AI-നെ കുറിച്ച് പേഴ്സണലി ChatGPT ഉപയോഗിക്കുന്ന ആളാണ്, അതുപോലെ ഗൂഗിൾ ജെമിനി ഉപയോഗിക്കുന്ന ആളാണ്. ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർ പെർസ്പെക്റ്റീവ് നിന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ബിസിനസ് മാൻ അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടൂളുകൾ ഏതൊക്കെയാണ്? AI ടൂളുകൾ. AI ടൂൾ എന്നുള്ളത് ഓരോന്നിനും സെപ്പറേറ്റ് ടൂളുകളാണുള്ളത്. ChatGPTയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ കോണ്ടന്റ് ജനറേറ്റ് ചെയ്തു തരാൻ പറ്റും. റിപ്പോർട്ടുകൾ, വലിയ ഡാറ്റ, വലിയ പഠനങ്ങൾ, ഇതൊക്കെ ChatGPTക്ക് നമുക്ക് ചെയ്തു തരാൻ കഴിയും. എന്നാൽ അതേ സ്ഥാനത്ത് ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫോർമാറ്റ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലൗഡ് ഉപയോഗിക്കാം. അത് വളരെയധികം ആളുകൾ സംശയമുള്ള എല്ലാം ChatGPTയോടാണ് ചോദിക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഓരോന്നിലും ഇപ്പോൾ ചില കാര്യങ്ങൾ ചില ആളുകൾക്ക് എഴുതാനായും, പക്ഷെ അത് വൃത്തിയിൽ എഴുതുന്ന ആൾ മറ്റൊരാളായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? ഇവരുടെ കോണ്ടന്റ് അവരെ കൊണ്ട് കൈ കൊണ്ട് എഴുതിപ്പിക്കും. ഈ ഒരു സംഗതി നമ്മൾ അവിടെ ഉപയോഗിക്കണം. നമ്മൾ ചെറുപ്പത്തിൽ മാഗസിനൊക്കെ എഴുതുന്ന സമയത്ത് മാഗസിനൊക്കെ ചെയ്യുന്നത് പോലെ നല്ല അറിവുള്ള ആളുകളുടെ അവരുടെ കൈശം വളരെ ബാഡായിരിക്കും, വളരെ മോശമായിരിക്കും. അത് നല്ല കോണ്ടന്റ് വാങ്ങിയിട്ട് അവരുടെ അടുത്ത് കൊടുത്തിട്ട് അവരെ കൊണ്ട് എഴുതിപ്പിക്കും. ഉദാഹരണത്തിന് പെർപ്ലക്സിറ്റിയാണ് റിസർച്ചിൽ ഏറ്റവും നല്ല സ്റ്റുഡൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല AI. ഡീപ്പ് റിസർച്ച് ചെയ്യും. അതുപോലെ സൈറ്റേഷൻ, ഫുട് നോട്ട്, ഇതൊക്കെ വളരെ ഏകദേശം ആക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ ആളുകൾ ചെയ്യാറുള്ളത് പെർപ്ലക്സിറ്റിയിൽ എഴുതിച്ചിട്ട് ChatGPTയിൽ ഇട്ടിട്ട് നന്നാക്കുന്ന ഒരു പരിപാടിയുണ്ട്. എല്ലാ ടൂളുകളും കമ്പൈൻ ചെയ്തിട്ട് അതെ അതെ അതെ, ഓർക്കസ്ട്രേഷൻ എന്ന് പറയാൻ വേണമെങ്കിൽ ഈ ഒരു സംഗതിയാണ് സത്യം പറഞ്ഞാൽ ഇതൊരു ക്രിയേറ്റിവിറ്റിയാണ്. ഈ ഒരു സംഗതി ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ചില ആളുകൾ ഫോട്ടോ എടുത്താൽ അവർ എഡിറ്റ് ചെയ്യൽ ഒരേ ടൂൾ കൊണ്ട് മാത്രമാവില്ല. അവർ ചിലതിൽ ലൈറ്റിങ് അതിൻ്റെ റെഡിയാക്കും, അപ്പുറത്ത് പോയിട്ട് അടുത്തൊരു ഗ്യാപ്പ് റെഡിയാക്കും, അങ്ങനെ 2-3 ടൂൾസ് വെച്ചിട്ട്. അപ്പോൾ ഇത് കാണുന്ന ആളുകൾക്ക് വളരെ അത്ഭുതമായിരിക്കും, ഇത്രമാത്രം സുന്ദരമായിട്ട് എഡിറ്റിംഗ് എവിടെ നിന്ന് പഠിച്ചു എന്നുള്ളത്. അതെ, ഈ ഒരു സംഗതി AI-യിലുണ്ട്. നമ്മളിപ്പോൾ ഡോജോക്സിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചു. അപ്പം പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് ഈ AI ടൂളുകളാണ് എല്ലാവരും പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ബിസിനസ് ചെയ്യുന്ന ഓൺടർപ്രണേഴ്സിൻ്റെ വളരെ മസ്റ്റായിട്ടുള്ള ഒരു കോഴ്സ് നമ്മുടെ ഡോജോക്സ് പ്ലാറ്റ്ഫോമിൽ വരണം എന്നിങ്ങനെ ടീം ഡിസ്കസ് ചെയ്ത സമയത്താണ് നമ്മൾ യൂസുഫിനെ കണക്ട് ചെയ്യുന്നതും അങ്ങനെ ഒരു കോഴ്സിലേക്ക് നമ്മൾ എത്തുന്നതും. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു കോഴ്സ് എനിക്ക് തോന്നുന്നു വളരെ ക്രീമായിട്ടുള്ള വളരെ വളരെ എസെൻഷ്യലായിട്ടുള്ള മൊഡ്യൂൾ മാത്രം, ബിക്കോസ് AI ഈസ് എ വാസ്റ്റ് ഓഷ്യൻ. നമുക്കറിയാം AI വളരെ വലിയൊരു, ഇതിൻ്റെ പേര് തന്നെ LLM എന്നാണ്, ലാർജ് ലാംഗ്വേജ് മോഡൽ. വലിയ ഏരിയയാണ്. ഈ LLM-ൽ നിന്ന് വളരെ കുഞ്ഞു സാധനം മാത്രമാണ് നമ്മൾ കോഴ്സാക്കി മാറ്റുന്നത്. ഈ ഡോജോക്സിൻ്റെ ഈ പ്ലാറ്റ്ഫോമിലേക്കുള്ള ഈ കോഴ്സിൽ
ഒരാൾ ഈ കോഴ്സിൽ എന്തിന് സെലക്ട് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? എൻ്റെ ഉത്തരം നമുക്കിങ്ങനെ പറയാം. ഒരു ഓൺട്രപ്രണർ ആഗ്രഹിക്കണേ, ഒരുപാട് കാലമായിട്ട് ഞാനിങ്ങനെ പല വർക്കുകളും ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ജോലിക്കാരെ ഞാൻ വിളിച്ചിട്ട് അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. പക്ഷേ വേണ്ടത്ര ഫലങ്ങളൊന്നും കാണുന്നില്ല. എനിക്കൊന്ന് ഫ്രീ ആവണം, എനിക്ക് എൻ്റെ ബിസിനസ് ഒന്ന് സ്കെയിൽ ചെയ്യണം, ലോകത്തുള്ള സമാനമായിട്ടുള്ള എല്ലാ ബിസിനസ്സുകളൊക്കെ പഠിച്ചു വന്നിട്ടുള്ള വലിയൊരു ടീം എൻ്റെ കൂടെ ഉണ്ടാവണം. ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ എല്ലാ ബിസിനസ്സുകാരനും ഉണ്ടാവും. പക്ഷേ അവർക്ക് അതിനുള്ള അഫോർഡ് ചെയ്യാൻ കഴിയില്ല. ഞാൻ വെറുതെ കുറേ സമയം കളയുണ്ട്, അത് എനിക്ക് വേറെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റണം. ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് ഈ കോഴ്സ്. ഇവർക്ക് ഇനി വലിയൊരു ടീമിനെ ഹയർ ചെയ്യേണ്ട ആവശ്യമില്ല. വർഷങ്ങളോളം ലോകം മുഴുവൻ സഞ്ചരിച്ച് ബിസിനസ്സുകളെ കുറിച്ച് പഠനം നടത്തേണ്ട ഒരു ടീമിന് അദ്ദേഹം കൂടെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ലീഡ്സ് കൊണ്ടുവരാൻ വലിയൊരു ടീമിനെ മാർക്കറ്റിങ്ങിന് ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ഡിസൈൻ ചെയ്യാനായി ഒരുപാട് ഗ്രാഫിക് ഡിസൈനേഴ്സിനെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. ഇയാളൊരു മനുഷ്യൻ മതി. കറക്റ്റ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഈ കോഴ്സിൽ എനിക്ക് തോന്നുന്നു എന്തായാലും കുറച്ച് AI ടൂളുകളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. മൊത്തം നമുക്ക് പോഡ്കാസ്റ്റിൽ പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങൾ ആ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എന്തൊക്കെ ആളുകൾക്ക് ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റിയ എന്തൊക്കെ AI ടൂളുകളെ കുറിച്ച് കോഴ്സിൽ പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ പല ടൂളുകളും പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ChatGPTയിൽ. ഇപ്പോൾ ഉദാഹരണം, ഞാൻ എങ്ങനെ AI കുറിച്ച് അപ്ഡേറ്റ് ആവുന്നു, ഡെയിലി അപ്ഡേറ്റ് ആവുന്നു. അപ്പോൾ എനിക്ക് നേരം വേണ്ട AI കുറിച്ച് ഞാൻ ഡെയിലി റിസർച്ച് ചെയ്യണം, അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ എന്ത് വെച്ചിട്ടുണ്ട്, ChatGPTയിൽ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ദിവസവും 6:30 എനിക്ക് ആ ഒരു ദിവസത്തിൻ്റെ ഉള്ളിലുണ്ടായ പ്രധാനപ്പെട്ട എല്ലാ ജയൻ്റ് ലീപ്സും ChatGPT പോലെയുള്ള എല്ലാ അപ്ഡേറ്റുകളും അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ChatGPT എനിക്ക് സെൻഡ് ചെയ്ത് തരും. രാവിലെ 6:30 എവറി ഡേ മോർണിംഗ് യു വിൽ ഗെറ്റ് എൻ കംപ്ലീറ്റ് അപ്ഡേറ്റ്. സോ ഐ ആം അപ്ഡേറ്റഡ്. ഇറ്റ്സ് എ ന്യൂ നോളജ് ഫോർ മീ. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ അപ്ഡേറ്റ് ആവുന്നു. അപ്പോൾ ഒരു ഓൺട്രപ്രണർ അദ്ദേഹത്തിന് എന്നും കൃത്യമായിട്ടുള്ള ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഷെഡ്യൂൾ ചെയ്യാം. ഏത് വിഷയത്തിലാണെങ്കിലും ഇനി വേണം അദ്ദേഹത്തിന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം. 7:30 എന്നും അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ഓരോ ദിവസത്തെ റിപ്പോർട്ട് തയ്യാറാക്കണം. ഷെഡ്യൂൾ ചെയ്യാം. അവിടെ ഒരു മാനുവൽ ട്രിഗറിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതൊരു ഉദാഹരണം ഓൾറെഡി നമ്മളൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം റീൽ പോസ്റ്റ് ചെയ്യാനും നമ്മുടെ മറ്റ് കലണ്ടറിലൊക്കെ നമ്മൾ ഷെഡ്യൂളിംഗ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇറ്റ് ഈസ് സോ ഈസി ടു ഇംപ്ലിമെൻറ്റ്. ഷെഡ്യൂളിനെ കുറിച്ച് നമ്മൾ കോഴ്സിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലത്തെ നല്ല ടൂളുകൾ ഏതൊക്കെയാണ്? മറ്റൊന്ന്, നമുക്ക് ഡാഷ്ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യണം. പലപ്പോഴും നമ്മൾ ഒരുപാട് ഡെവലപ്പേഴ്സിനൊക്കെ വെച്ച് അവർക്ക് ഒരുപാട് പേയ്മെന്റ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ ആപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. ലവബിൾ പോലെയുള്ള, ക്ലോഡ് പോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള AI പ്ലാറ്റ്ഫോം വെച്ച് സിമ്പിൾ പ്രോംപ്റ്റുകളിൽ നിന്ന് നമ്മുടെ കൺസെപ്റ്റിന് അനുസരിച്ചുള്ള ആപ്പുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിന് നമ്മൾ ഡെവലപ്പേഴ്സിനെ ഹയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കോഴ്സിൽ പറയുന്നുണ്ട്. വൈബ് കോഡിങ്, ബേസിക് ലെവലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്വന്തമായിട്ട് ഏജന്റിനെ ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊരു 10 ജോലിക്കാരെ വേണം. ജസ്റ്റ് ഒന്ന് സപ്പോസ് ചെയ്ത് നോക്കുക, ഒരു 10 ജോലിക്കാരെ നമ്മൾ വിളിക്കുന്നു. അവർക്കൊരു മാസം നമ്മൾ എത്ര സാലറി കൊടുക്കേണ്ടി വരും? 1 lakh വേണ്ടേ? പക്ഷേ ഒരു 10 ജോലിക്കാരെ നമുക്ക് ഇന്ന് തന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യാം. വളരെ അക്യുറേറ്റ് ആയ ജോലിക്കാരെ. ₹1 പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. ശമ്പളം കൊടുക്കണ്ട, PF ഒന്നും കൊടുക്കണ്ട. അങ്ങനെയുള്ള ഏജന്റുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഓരോ ആവശ്യങ്ങൾക്കും? അപ്പോൾ അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ, അദ്ദേഹം ഫ്രീ ആവാണ്. കാരണം അദ്ദേഹത്തിന് അവിടെ 24/7 ഒരു ടീമോടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ കൊണ്ട് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ. അപ്പോൾ AI എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഡിസ്കഷൻ, ഡിബേറ്റ് നടക്കണം. ഡിബേറ്റബിൾ ഇൻഡസ്ട്രിയാണ് ഇപ്പോൾ AI മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം AI ഒരാളെ റീപ്ലേസ് ചെയ്യുകയാണോ ചെയ്യുന്നത്, അയാളെ എൻഹാൻസ് ചെയ്യുകയാണോ ചെയ്യുന്നത്, പോളിഷ് ചെയ്യുകയാണോ ചെയ്യുന്നത്? AI വന്നതുകൊണ്ട് എൻ്റെ നശിച്ചു, എനിക്കിനി കരിയറില്ല. അപ്പം ഒരുപാട് MNCകളൊക്കെ ലേ ഓഫ് നടക്കുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഏതൊരു കമ്പനി ഒരുപാട് പിരിച്ചുവിടലൊക്കെ നടക്കുന്നുണ്ട്. AI ഈസ് എ ത്രെറ്റ് or it's a tool for enhancement or polishing? It is polishing, enhancing and shifting the creativity. ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം സത്യം പറഞ്ഞാൽ സംഭവിക്കുന്നത്. ഒരുപാട് ആളുകളുടെ ജോലി പോകുന്നുണ്ട്, ശരിയാണ്. ബട്ട് അതേ സമയത്ത് മറ്റൊരുപാട് ആളുകളുടെ ജോലി അവിടെ കൂടുന്നുണ്ട്. LLM ഡെവലപ്പേഴ്സ് ഫോർ എക്സാമ്പിൾ, അതിൻ്റെ ഡാറ്റ ട്രെയിനേഴ്സ്, അതുപോലെ ഇത് വെച്ചിട്ടുള്ള പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സ്, ഇങ്ങനത്തെ ഒരുപാട് ജോലി സാധ്യതകൾ അപ്പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത ജോലികൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു. പകരം വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള മറ്റു ജോലി സാധ്യത അപ്പുറത്ത് വരുന്നു. അപ്പോൾ ഇവിടെ ജോലികൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഷിഫ്റ്റിംഗ് ആണ്, ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഷിഫ്റ്റ് ആവുന്നു. ഇത്രയും കാലം ക്രിയേറ്റിവിറ്റി എന്തായിരുന്നു? നമ്മൾ തന്നെ എഴുതുക എന്നുള്ളതായിരുന്നു. നമ്മളിങ്ങനെ ഭാവനയിൽ നിന്ന് എടുത്ത് എഴുതുക, അങ്ങനെ ചിത്രം വരയ്ക്കുക, അതൊക്കെ ആയിരുന്നു ഉണ്ടായത്. അതാണ് ക്രിയേറ്റിവിറ്റി. നമ്മൾ പ്രോംപ്റ്റിലേക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി മാറി. അപ്പോൾ ഇറ്റ് ഈസ് ഷിഫ്റ്റിംഗ് ഫ്രം ഹിയർ ടു ഹിയർ. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോംപ്റ്റിങ്ങിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആളുകൾക്ക് അറിയണം എന്നുണ്ടാവും. അപ്പം പ്രത്യേകിച്ച് ബിസിനസ്സുകാരെ കുറിച്ചുള്ള കോഴ്സാണത്. ബിസിനസ്സുകാർക്ക്
ഈ ഇപ്പം ഒരു കാര്യം എങ്ങനെ ബിസിനസ്സുകാർ എന്നുള്ളത് മാത്രമല്ല എല്ലാ ആളുകൾക്കും ഇപ്പം ഈ ബിസിനസ് റിലേറ്റഡാണ് നമ്മളെ കോഴ്സ്. ഈ പ്രോംപ്റ്റിംഗ് എന്നുള്ളത് സിമ്പിളായിട്ട് ഒന്നും കൂടി മനസ്സിലാക്കുകയാണെങ്കിൽ പ്രോംപ്റ്റിങ്ങിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പ്രോംപ്റ്റിംഗ് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാം? പ്രോംപ്റ്റിങ്ങിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് നമ്മുടെ കോണ്ടെക്സ്റ്റ് അവിടെ കൊടുക്കണം എന്നുള്ളതാണ്. ഉദാഹരണം പറയാം, നമ്മൾ നടത്തുന്നത് ഒരു എഡ്യൂക്കേഷൻ ബിസിനസ്സാണ്, ഒരു എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ പറയുന്നു ഞാനൊരു UG PG കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലുള്ള അക്കാഡമി നമ്മൾ ഒരു അക്കാഡമിയാണ്. അപ്പോൾ നമ്മളത് അവിടെ കൊടുക്കണം. പിന്നെ നമ്മൾ ഏത് വിഷയത്തിലാണ് UG PG കൊടുക്കുന്നത്, ആരാണ് നമ്മൾ ഐഡിയൽ കസ്റ്റമർ, ഈ കാര്യങ്ങളൊക്കെ കൊടുക്കണം. എന്നിട്ട് നമ്മൾ പറയാണ് ഇതിലുള്ള ലേറ്റസ്റ്റ് ട്രെൻഡിങ് സംഗതികളെല്ലാം, അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് തരാൻ പറയാം. ഇതിലുള്ള കോമ്പറ്റേറ്റേഴ്സ് ആരൊക്കെയാണ്, അങ്ങനെ നമ്മൾ ചോദിച്ചാൽ വളരെ അക്യുറേറ്റ് ഉള്ള ഒരു കാര്യം നമുക്ക് കിട്ടും. അപ്പോൾ കോണ്ടെക്സ്റ്റ് നമ്മൾ കൊടുക്കണം, കോൺസ്ട്രൻസ് നമ്മൾ കൊടുക്കണം, പേഴ്സോണ കൊടുക്കണം. പേഴ്സോണ എന്ന് പറയുന്നത് ഉദാഹരണം നമ്മളൊരു മെറ്റ ആഡ് റൺ ചെയ്യാണ്. മെറ്റ ആഡ് റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരോടാണ് ഇതിനെക്കുറിച്ച് സംശയം ചോദിക്കുക? ഒരു ആഡ് സ്ട്രാറ്റജിസ്റ്റിനോടാണ് ചോദിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം AI പറയണം, LLM പറയണം ബി എ മെറ്റ ആഡ് സ്ട്രാറ്റജിസ്റ്റ്. അതോടുകൂടി അദ്ദേഹം അതിൽ എക്സ്പേർട്ടായി മാറുകയാണ്. പിന്നെ നമ്മൾ പറയണേ എൻ്റെ പ്രോഡക്റ്റ് ഇതാണ്, എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ഇതാണ്, എനിക്ക് എത്ര ഏജിലേക്ക് ആൾ എത്തിക്കണം. അപ്പോൾ അതിനുള്ളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം, അപ്പോൾ അതിനുള്ള കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, ജനറേറ്റ് ചെയ്യണം. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ആഡ് കോപ്പിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ പലപ്പോഴും ആളുകൾക്ക് മിസ്സാവുന്നൊരു കാര്യം എന്താണെന്ന് നേരെ ചാടിക്കാരി ചോദിക്കും എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യരുത്. ആദ്യമേ ആ പെട്ടെന്നുള്ള ട്രിഗറിൽ ChatGPT എനിക്കൊരു സാധനം തരുമെന്ന് പറഞ്ഞിട്ട് അവർ ആ ട്രിഗറിൽ ചോദിക്കുക. അതെ, അങ്ങനെ ചോദിക്കരുത്. അതിപ്പോൾ നമ്മൾ എന്ത് സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ മാത്സിലുള്ള ഒരു സംശയം ഒരിക്കലും നമ്മൾ ഹിസ്റ്ററിയിലെ ടീച്ചറോട് ചോദിക്കൂലല്ലോ. ജനറൽ നോളജ് ഉണ്ടാവും, പക്ഷേ എന്നാലും ചോദിക്കൂല. ഡീപ്പായിട്ടുള്ള ഒരു നോളജ് ഉണ്ടാവില്ലല്ലോ, എക്സ്പെർട്ടിന്റെ അടുത്താണല്ലോ ചോദിക്കുന്നത്. അതെ, ആ ഒരു സംഗതി ഇപ്പോൾ ഒരു ഓൺടർപ്രണറെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വൃത്തിയിൽ ഒരു ബിസിനസ് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അതേ എന്തൊക്കെ നോക്കണം? മാർക്കറ്റ് സ്റ്റഡി നടത്തണം ആദ്യം. അതിനുശേഷം ഇതിനെ സ്കെയിൽ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തണം. മാർക്കറ്റിങ്ങിന് ഒരു ടീമിനെ വെക്കണം, കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യണം. ആ കോണ്ടന്റിന് തന്നെ ഒരു കലണ്ടർ വേണം, മന്ത്ലി കലണ്ടർ, കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള വേണം. മാത്രമല്ല റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യണം, അത് അനലൈസ് ചെയ്യണം. പിന്നെ അതിനുശേഷം സ്കെയിൽ ചെയ്യാനുള്ള മറ്റു കാര്യങ്ങളും പ്ലാനുകളും വിഷനും ഈ കാര്യങ്ങളൊക്കെ തയ്യാറാക്കണം. ഇതൊക്കെ ഒരു മനുഷ്യനെ ഇരുന്ന് ചെയ്യുക പറഞ്ഞാൽ വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്, ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷേ ഇതിപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും 5 മിനിറ്റ് മതി ചെയ്യാൻ. അതെ. പിന്നെ ആ കിട്ടിയ ഡാറ്റ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം, അതെ അതുപോലെ കൊടുക്കണോ, അതിലെന്ത് എഡിറ്റ് ചെയ്യണോ എന്നുള്ളതൊക്കെ. ഒരു തമാശ എന്ന് പറയുന്നത്, നമ്മൾ നല്ല ഡാറ്റ കൊടുത്താൽ നമുക്ക് നൽകുന്നത് ഗുഡ് കോണ്ടന്റിനെ മൾട്ടിപ്ലൈഡ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും കിട്ടും. നമ്മൾ ബാഡ് കൊടുത്താൽ ബാഡിനെയും മൾട്ടിപ്ലൈ ചെയ്യും എന്നുള്ളതാണ്. വളരെ വേസ്റ്റ് ആയിട്ടുള്ള സാധനം തരും. അതെ. എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതിനനുസരിച്ച് അതിന്റെ നല്ല മൾട്ടിപ്ലിക്കേഷനും ബാഡും കിട്ടും. മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും നമുക്ക്. പ്രോംപ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് പ്രോംപ്റ്റിംഗ് പഠിക്കാനുള്ള സാധനങ്ങൾ നമ്മൾ കോഴ്സിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? അതെ ഉണ്ട്. അതിൽ എന്തൊക്കെ മൊഡ്യൂൾസ് ആണ് നമ്മൾ പറയുന്നത്? നമ്മൾ പ്രോംപ്റ്റില് ഈ നമ്മുടെ മൊഡ്യൂളിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം എന്തിനാണ് ഇത് നമുക്കറിയണമല്ലോ. എന്തിനാണ് AI ഉപയോഗിച്ചാൽ എന്തായിരിക്കും ലഭിക്കുക, ആ ഒരു ഒബ്ജക്റ്റീവ് നമുക്ക് മനസ്സിലാക്കാം. AIന്റെ ആവശ്യമുണ്ടോ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതെ, അവർ പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ആവും. ഈ അടുത്ത് മനോരമയിൽ വന്നൊരു രസകരമായൊരു കഥ ഉണ്ട്. ഒരു കാലത്ത് ഈ റെഫ്രിജറേറ്റർ ഒന്നും ഇല്ലാത്ത സമയത്ത് ആളുകൾ ഇങ്ങനെ കടലിലേക്ക് പോയിട്ട് അതുപോലെ തടാകത്തിലേക്കൊക്കെ പോയിട്ട് ഉറഞ്ഞു കിടക്കുന്ന ഐസുകളൊക്കെ കട്ട് ചെയ്തിട്ട് അത് വിൽക്കുന്ന ഒരു പരിപാടിയായിരുന്നു. പിന്നെയാണ് ഈ റെഫ്രിജറേറ്റർ കണ്ടെത്തുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇവർ പറഞ്ഞു, ആളുകളൊന്നും നിങ്ങളത് വാങ്ങൂല, കാരണം അത് സിന്തറ്റിക് ആണ്, ആർട്ടിഫിഷ്യൽ. ഇത് പറഞ്ഞാൽ നാച്ചുറൽ സാധനമാണ്. അപ്പോൾ അവർ ഈ ഐസ് വിൽക്കാൻ പോകുമ്പോഴും ഇവരെന്താണ് ആലോചിക്കുന്നത്? ഈ ഐസ് കട്ട് ചെയ്യാനുള്ള മെഷീനുകൾ എങ്ങനെ മൂർച്ച കൂട്ടാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ അവർ ഐസ് ആരും വാങ്ങാതായി, ഇവർ നന്നായിട്ട് മാർക്കറ്റിൽ തരംഗായി എന്നുള്ളതാണ്. അപ്പോൾ ഇതായിരിക്കും ഈ AI ഉപയോഗിക്കാത്ത ഓൺടർപ്രണേഴ്സിനും ഭാവിയിൽ നടക്കാൻ പോകുന്നത്. സമയം ഒരു പരിധി കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്നവരായിരിക്കും ഒരു എഡ്ജ് ഉണ്ടാവുക. അതെ. ടെസ്ല വന്ന സമയത്ത് ടെസ്ലയെ കളിയാക്കി വന്ന ഒരുപാട് ആളുകളെ, അവർക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ അറിയുള്ളൂ, കാർ ഉണ്ടാക്കാൻ അറിയില്ല. ആ പറഞ്ഞ കമ്പനിയൊക്കെ പൂട്ടിപ്പോയി, ടെസ്ല സർവൈവ് ചെയ്തു. അതെ, ആ സോഫ്റ്റ്വെയർ വെച്ചിട്ട് അവർ ഡ്രൈവർലെസ് കാറുകൾ ക്രിയേറ്റ് ചെയ്തു. അതെ. അപ്പോൾ ആളുകൾ ഇപ്പോൾ അതിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഈ കോഴ്സിൽ പിന്നെ മൊഡ്യൂളിൽ ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പറയുന്നുണ്ട്. ഓൺടർപ്രണേഴ്സിന് ഏതെല്ലാം രീതിയിൽ AI ടൂളുകൾ ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ മാക്സിമം നമ്മളതിൽ പരിചയപ്പെടുത്തി. കോണ്ടന്റ് ക്രിയേഷന്, ഗ്രാഫിക് ഹയറിങ്ങിന്, അവിടെ വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ എല്ലാ കാര്യങ്ങളും നമ്മളതിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആളുകൾ AI കൊണ്ട് ഒരുപാട് പണി എടുപ്പിക്കുക എന്നുള്ളൊരു സംഭവമാണ്. അതൊരു ക്രൈസ് ആയി കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ AI ഒരേ സാധനം 2 രീതിയിൽ ചോദിച്ചാൽ 2 രീതിയിൽ മറുപടി തരും. അതെ. അപ്പോൾ ചിലപ്പോൾ AI തന്നെ നമുക്ക് 2 റെസ്പോൺസ് തരും. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളതിൻ്റെ
അപ്പം പ്രിഫർ ചെയ്യുന്നതോട് നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കണോ? എങ്ങനെയാണ് കൂടുതൽ നല്ല ആൻസേഴ്സ് കിട്ടുക? ഇവിടെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നൊരു സംഗതിയുണ്ട്. ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ എഐയുടെ തെറ്റുകൾക്ക് പറയുന്ന പേരാണ് ഹാലൂസിനേഷൻ. ഈ ഹാലൂസിനേഷൻ ഇല്ലാതിരിക്കാൻ കുറേ മാർഗങ്ങൾ പ്രോംപ്റ്റിൽ ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണം, നമുക്കൊരു ആൻസർ തരുന്നതിന് മുമ്പ് തന്നെ അത് ഓക്കെ ആണോ, അത് എല്ലാ തരത്തിലും ഫാക്ച്വൽ ആണോ എന്നുള്ളത് ഡബിൾ ചെക്ക് ചെയ്യണം എന്നുള്ളൊരു പ്രോംപ്റ്റും കൂടി അതിൽ ഇഞ്ചെക്ട് ചെയ്താൽ ഹാലൂസിനേഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കും. മറ്റേ ഒരു ഹാലിൽ തരും. അതെ അതെ, ഒരു ഹാലിൽ തരും. ഇതാവുമ്പോൾ ഹാലൂസിനേഷൻ ഇല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമായിരിക്കും നമുക്ക് തരാം. ഇനി എഐക്കും ഒരു ഉറക്കമുള്ളൊരു അവസ്ഥ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മന്ദപ്പ് വരുന്ന അവസ്ഥകളുണ്ട്. അതാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഇതിൽ രസകരമായൊരു സംഗതിയുണ്ട്. പ്രോംപ്റ്റിങ്ങിന്റെ ഒരു ക്രിയേറ്റിവിറ്റിയെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയാം. നമ്മളൊരു ഡെസിഷൻ എടുക്കാൻ പോവാണ്. അപ്പോൾ ഡെസിഷൻ എടുക്കാൻ പോകുമ്പോൾ ഒരു ഓൺടർപ്രണർ എന്തൊക്കെ ആലോചിക്കണം? കസ്റ്റമറുടെ ഭാഗം ആലോചിക്കണം, ബിസിനസിന്റെ കാര്യം ആലോചിക്കണം, പിന്നെ അതിനൊരു സൈക്കോളജി ആലോചിക്കണം, കമ്പനിയുടെ വിഷനോട് യോജിക്കുന്നുണ്ടോ എന്നുള്ള ആലോചിക്കണം. ഇങ്ങനെ ഒരുപാട് സംഗതി ആലോചിക്കണ്ടേ. അപ്പോൾ ഒരു സിഇഒ മൈൻഡ് സെറ്റ് അതിൽ വരണം, ഒരു ഡയറക്ടറുടെ മൈൻഡ് സെറ്റ് വരണം, ഒരു ഇൻവെസ്റ്ററുടെ മൈൻഡ് സെറ്റ്, ഓപ്പറേഷൻസിന്റെ വരണം, പിന്നെ അതുപോലെ കസ്റ്റമറുടേത് വരണം, പിന്നെ ഗവൺമെന്റിന്റെ ആ ലെവലുള്ള സാധനം വരണം, പോളിസി ലെവൽ, ഇതൊക്കെ വരണ്ടേ. അപ്പോൾ നമ്മളിങ്ങനെ ഡെസിഷൻ എടുക്കും. അപ്പോൾ നമ്മൾ പറയണേ, ഈ ആളുകളെല്ലാവരും ഇരിക്കുന്ന ഒരു ബോർഡ് റൂമായി മാറണം. എന്നിട്ട് ഈ വിഷയം ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കണം. എനിക്കൊരു തീരുമാനം വേണം. ഉടനെ ചർച്ചകൾ നടക്കുന്നു. എല്ലാവരുടെയും ചർച്ചകൾ നടന്ന് ഏറ്റവും നല്ല തീരുമാനം നമുക്ക് പറഞ്ഞു തരും. ആ ചർച്ചകൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. എത്ര സമയം ലാഭമാണ് ബിസിനസ്, ഒരുപാട് സമയം ലാഭമാണ്. ഇനി ഇപ്പോൾ നമ്മുടെ കോഴ്സിൽ എനിക്ക് തോന്നുന്നു മാർക്കറ്റിംഗ് ബിസിനസ്സുകാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ വൻ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഐഡിയകൾ ഉണ്ടായത് കൊണ്ടോ കാര്യമില്ല, അതിനെ മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കോഴ്സിലുണ്ടോ? എന്താണ് മാർക്കറ്റിംഗ്? ആണ് ഏതൊരു പ്രൊഡക്റ്റിൻ്റെയും പ്രധാനപ്പെട്ട ഒരു സംഗതി. കാരണം പ്രൊഡക്റ്റ് എത്ര ഉഷാറായാലും ആളുകൾ അറിയണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ആവശ്യമാണ്. അപ്പോൾ ഈ മാർക്കറ്റിംഗ് അറിയണം. അതുപോലെ മാർക്കറ്റിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ അറിയണം. പക്ഷേ അത് നമ്മൾ എത്ര ടീമിനെ വെച്ചാലും അതൊരു സഫിഷ്യൻ്റായ രീതിയിലേക്ക് എത്തൂല. പക്ഷേ എഐ ചെയ്തു തരും. എങ്ങനെയാണെന്നറിയോ? അത് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്നതിനനുസരിച്ചാണ്. നമ്മൾ എഐക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ മാർക്കറ്ററായി മാറാൻ പറയാം. നിലവിൽ പിന്നെ ലിങ്ക്ഡിൻ, ട്വിറ്റർ, ഗൂഗിൾ, ഇങ്ങനെ എല്ലാ മേഖലയിലും ഇതിനെക്കുറിച്ച് നടക്കുന്ന ചർച്ചകൾ, കമൻറ്റുകൾ, എല്ലാ സാധനങ്ങളെ കുറിച്ച് പഠിച്ചു വരാൻ പറയാം. എന്നിട്ട് അതിൻ്റെ ആരൊക്കെയാണ് അന്വേഷിക്കണതെന്ന് പറഞ്ഞുതരാൻ പറയാം. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാം. പക്ഷേ മാനുവലി നമുക്ക് ചിലപ്പോൾ എത്തിപ്പെടാൻ പറ്റാത്ത ഇടങ്ങളിലൊക്കെ എത്തൂല. ഇത് ക്രോൾ ചെയ്തിട്ട് ആ സംഗതി നമുക്ക് പറഞ്ഞുതരും. ഈവൻ ലീഡ് വരെ ജനറേറ്റ് ചെയ്ത് തരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചില സമയങ്ങളിൽ ചില ലൂപ്പ് ഹോൾ നമ്മൾ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ ഉദാഹരണം, നമ്മളൊരു എഐ കോഴ്സ് നമുക്ക് സെല് ചെയ്യണം. അപ്പോൾ നമ്മൾ പറയണേ, എഐ കോഴ്സ് ഇപ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ലീഡ്സ് കൊണ്ടുവരാൻ പറയാം, ഇമെയിൽ ID. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ലിങ്ക്ഡിനിൽ പോയി സെർച്ച് ചെയ്യും. അപ്പോൾ എഐ കോഴ്സ് അന്വേഷിക്കുന്ന ആളുകളുണ്ടാവും. ലിങ്ക്ഡിനിൽ ഡാറ്റ എടുക്കും. അവരുടെ ഡാറ്റ എടുത്തിട്ട് അവിടെ ഇമെയിൽ നമുക്ക് കൊണ്ടുവന്ന് തരും. ഒരു സുരക്ഷയില്ലല്ലേ ഡാറ്റക്കൊന്നും? ഇല്ല. അപ്പോൾ ഇടയ്ക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, ഇത് തരൂല അതൊക്കെ പറയും. പക്ഷേ എന്നാലും ഇതൊക്കെ തരുന്നുണ്ട്. ഭയങ്കര കുത്തി ചോദിച്ചാൽ തരും. അവിടെയാണ് ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ അതിൽ ഈ കമ്പയർ ചെയ്ത് ചില ആളുകൾ ഉണ്ടാവുമല്ലോ, ഏത് കാറാണ് എടുക്കേണ്ടത് കമ്പയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരുടെ ഡാറ്റ, അപ്പോൾ അവർ കാർ നീടുള്ള ആളുകളായിരിക്കും, ഓൾറെഡി അവിടെ സ്റ്റോർഡ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇതിലൊരു ക്രിയേറ്റിവിറ്റി വേണം. ഞാനിതിൽ ആലോചിച്ചത്, ഈ LLM ഈ സാധനങ്ങളൊക്കെ ഇത് മനുഷ്യനാണല്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ? എഐ മനുഷ്യനെ റീപ്ലേസ് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ? എന്താണ് ഒരു ചോദ്യം വരുന്നത്? പല ആളുകളും ഈ സൂപ്പർ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന നെക്സ്റ്റ് ലെവൽ സാധനം വരുമ്പോൾ അതിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ വരുന്നത്. സൂപ്പർ ഇൻ്റലിജൻസ് വന്നാൽ പിന്നെ അവ മനുഷ്യനെ കീഴടക്കുന്ന കോൺകർ ചെയ്യുന്ന ഒരു അവസ്ഥ വരൂല എന്നുള്ളതാണ്. പക്ഷെ ആ സൂപ്പർ ഇൻ്റലിജൻസിലേക്കും എത്തുന്നതിന് മുമ്പ് തന്നെ മനുഷ്യന്മാരാണല്ലോ ഈ സാധനത്തിന്റെ ബെഞ്ച് മാർക്കുകളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അതിന്റെ സ്റ്റാൻഡേർഡിന് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. പറ്റൂല്ല എന്ന് മാത്രമല്ല, പിന്നെ പോകാൻ പാടില്ല. നിലവിലിപ്പോൾ അങ്ങനത്തെ സംഗതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഐ മീൻ എഐന്റെ ഒരു എന്താ പറയുക സ്കോപ്പ്, അതിനപ്പുറത്തേക്ക് ആ സാധനം പോകരുത്. അതിനുള്ളൊരു മൊറാലിറ്റി, അതിനുള്ളൊരു എത്തിക്സ്, ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് ആകെ പിടുത്തം വിടും. അതെ. ലോകത്തിന്റെ ആ ഒരു ക്രമം, ഒരു ഇക്വിലിബ്രിയം ഉണ്ട്, അത് തെറ്റും. അതെ. ആ ഒരു പ്രശ്നം ഒഴിവാക്കാനും വേണ്ടി ഒരു എത്തിക്സ് ഉണ്ടാവുമല്ലോ. ഇതിൽ രസകരമായിട്ടുള്ള ചർച്ചകൾ എങ്ങോട്ട് ഏതുവരെ എത്തി എന്ന് പറഞ്ഞാൽ, അടുത്തൊരു തലമുറ സൂപ്പർ ഇൻ്റലിജൻസ് വന്നാൽ അവർ ടെക്നോളജി ഒന്നും ഇല്ലാത്ത മറ്റൊരു ഗ്രഹങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയും ഒരു പക്ഷെ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സമയമൊക്കെ ഉണ്ടാവും. മൈഗ്രേഷൻ്റെ ഒരു ഷിഫ്റ്റിംഗ്. അതെ എന്നൊക്കെ പറയുന്നുണ്ട്. ആവാം. അല്ല, ഇപ്പം നടക്കുന്ന ചർച്ചകളാണ്. അതെ. ഞാനിപ്പോൾ ഈ കോഴ്സിൻ്റെ മൊഡ്യൂളുകൾ ഞാനൊന്നിങ്ങനെ കണ്ണോടിച്ചിരുന്നു. അപ്പോൾ അതിൽ സെയിൽസുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഓൺട്രപ്രണേഴ്സിന് മാർക്കറ്റിംഗ് പറഞ്ഞ പോലെ തന്നെയാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. അതാണല്ലോ അതിൻ്റെ ഒരു കമ്പനിയുടെ ബാക്ക് ബോൺ. ആ കമ്പനിയെ നിലനിർത്തുന്നത് സെയിൽസും മാർക്കറ്റിംഗ് ആണ്. സെയിൽസിൻ്റെ ഉപയോഗിക്കുന്ന ടൂളുകൾ അതിൽ പരിചയപ്പെടുത്തുന്നുണ്ടോ? സെയിൽസിന് വളരെ മനോഹരമായ ടൂളുകളുണ്ട്. എലവൻസ് ലാബ് എന്ന് പറയും. നമ്മളെ ഓഡിയോ
ഇപ്പോൾ നമ്മളിപ്പോൾ എത്ര ടെലികോളേഴ്സിന് വെക്കണം, നമുക്കൊരു സാധനം സെയിലായി കിട്ടണമെന്നുണ്ടെങ്കിൽ വെച്ചാൽ തന്നെ അവരുടെ മൂഡ്, അവരുടെ സംസാരം അതൊക്കെ ഓക്കെ ആയിരിക്കണ്ടേ. ഇപ്പോൾ നടക്കുന്ന ഡിസ്കഷൻ എന്താ വെച്ചാൽ 5 മെയിലിനെ വെക്കണം, 5 ഫീമെയിലിനെ വെക്കണം. കാരണം രണ്ടാക്കും 2 രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ 11th ലെവലിൽ നമുക്ക് ക്യാരക്ടർ നമുക്ക് സെറ്റ് ചെയ്യാം, അവരുടെ ടോൺ നമുക്ക് സെറ്റ് ചെയ്യാം, മെയിൽ വേറെ ആക്കാം, മെയിൽ വേറെ ഒക്കെ ചെയ്യാം. ഇവർ വിളിക്കുന്നു, സംസാരിക്കുന്നു, ക്ലോസ് ചെയ്യുന്നു, നമ്മളൊന്നും അറിയണ്ട. ഓട്ടോമാറ്റിക്കായിട്ട് ലീഡ് ഫോമുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ എല്ലാം സെറ്റ് ആവുന്നു. സാധാ മനുഷ്യന്മാർ സംസാരിക്കുന്നത് പോലെ 11th ലെവൽ ഒരു ഉദാഹരണം. അതിന് ഒരുപാട് AI ടൂളുകൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഒന്നും മാനുവൽ ടച്ച് ഇല്ല, പക്ഷേ മനുഷ്യന്മാർ സംസാരിക്കുന്നത് പോലെ ഏത് പ്രായത്തിലുള്ള ആളാണെന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു സെയിൽസ് പേഴ്സണെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുമല്ല നമ്മൾ സംസാരിക്കുന്ന വ്യക്തി എങ്ങനെയാണോ അയാളുടെ മൈൻഡ് സെറ്റ് വരെ വായിച്ചെടുത്തിട്ട് അതിനനുസരിച്ച് ചോദ്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരുപാട് രീതിയിൽ ബിസിനസ് പേഴ്സൺസിന് ഈ കോഴ്സിന് ഉപകാരം ഉണ്ടാവും. അത്രയും അവർക്ക് സമയം ലാഭിക്കാം. പിന്നെ എംപ്ലോയേഴ്സിൻ്റെ ഒരു ആസ്പെക്റ്റിന് ചിന്തിക്കുന്ന സമയത്ത് എംപ്ലോയീസിന് ഒരുപാട് ഹ്യൂമൻ റിസോഴ്സിൻ്റെ ആവശ്യമില്ലാത്ത ഹ്യൂമൻ റിസോഴ്സിനെ കുറക്കാൻ പറ്റും. അതെ. ഇതിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ 3 മണിക്കൂറിൻ്റെ ഒരു നമ്മളൊരു ബിസിനസ് മീറ്റിംഗ് നടക്കണേ, അതും മിനിറ്റ്സ് എഴുതാനായിട്ട് ഒരാൾ വേണം. അയാൾ തന്നെ പലതും വിട്ടുപോകും. പക്ഷേ നമ്മൾ AI ടൂൾസ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മീറ്റിംഗ് കഴിയുമ്പോഴേക്കും മിനിറ്റ്സ് നമ്മളെ കയ്യിൽ വരുന്നു, ഡ്രൈവിലേക്ക് വരുന്നു, സേവ് ആവുന്നു. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൂൾസുകൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ നടത്തിയാൽ അത് പറഞ്ഞ കാര്യങ്ങൾ അത് കഴിയുമ്പോഴേക്കും എല്ലാം കംപ്ലീറ്റ് ആവും. ഉദാഹരണം, ഒരാൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് കഴിയുമ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവർക്ക് മെയിൽ അയച്ചു കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഇതെല്ലാം ചെയ്ത് നല്ല നടക്കും. നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ മീറ്റിംഗ് നിൽക്കുന്നതിന് മുമ്പ് എല്ലാ ടൂളുകളും സെറ്റാക്കി നമ്മൾ പറയുന്ന വോയിസ് ഇൻപുട്ട് അതിലേക്ക് പോയി മീറ്റിംഗ് കഴിയുമ്പോൾ അത് എല്ലാം എക്സിക്യൂഷൻ അടക്കം കഴിയും. ഒരു കമ്പനിയിൽ ഒരു ബിസിനസ് പേഴ്സൻ്റെ പെർസ്പെക്റ്റീവ് അതാണല്ലോ. ഇമെയിൽ, പ്രപ്പോസൽ, കൊട്ടേഷന്, അതുപോലെ പ്രൊജക്റ്റിൻ്റെ ഒരു ഇപ്പം DPR, ഇതിനൊക്കെ നമുക്ക് ഏത് ടൂളാണ് ഏറ്റവും യൂസ് ചെയ്യാൻ നല്ലത്? ഇതിന് DPRനൊക്കെ ഏറ്റവും നല്ലത് ChatGPT തന്നെയാണ്. ഇതിലിപ്പോൾ ഗൂഗിൾ നോട്ട്ബുക്ക് എല്ലാം ഉണ്ട്. ഈ ഗൂഗിൾ നോട്ട്ബുക്ക് എല്ലാം ഒരു വലിയൊരു പവർ ഹൗസ് ആണ്. ഇതിൽ നമ്മൾ ഒരുപാട് അത്യാവശ്യം ഡാറ്റകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ചെറിയ ഫ്രീ ആയിട്ടുള്ള ഇതിൻ്റെ വേർഷൻ തന്നെ അത്യാവശ്യം ഡാറ്റ, ഉദാഹരണം 1000, 10,000 കണക്കിനൊക്കെ ഡാറ്റകൾ, കസ്റ്റമറുടെ ഫീഡ്ബാക്കുകൾ, റെസ്പോൺസുകൾ, ഈ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് അതിലോരോ കാര്യങ്ങൾ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു RAG എന്നതിനെ പറ്റി പറയാം, റിട്രീവൽ ഓഗ്മെൻറ്റഡ് ജനറേഷൻ. നമ്മൾ കൊടുത്ത ഡാറ്റയിൽ നിന്ന് നമ്മൾ തന്നെ പുതിയ സംഗതികൾ ജനറേറ്റ് ചെയ്യുന്ന പരിപാടി. അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റും. ChatGPT യൂസ് ചെയ്യാൻ പറ്റും. ChatGPT ഒക്കെ ഒന്നും കൂടെ അതിൻ്റെ ടോക്കണൊക്കെ കൂടിയിട്ടുണ്ട്. 1 മില്യൺ വരെ ലിമിറ്റൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ലോങ് കണ്ടന്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് തരാനൊക്കെ ഇതിന് കഴിയും. വ്യത്യസ്ത പാക്കേജുകൾ ഉണ്ടല്ലോ പെയ്ഡിൽ തന്നെ. അതെ. വെർഷനൊക്കെ ഉണ്ട്. എന്റർപ്രൈസിനുള്ള സബ്സ്ക്രിപ്ഷൻ സാധനങ്ങളൊക്കെ. അതെ. ഒരു ബിസിനസ്സുകാരൻ്റെ അല്ലെങ്കിൽ ഒരു ഓൺടർപ്രനറുടെ മൈൻഡ് സെറ്റ് ചിന്തിച്ച് കഴിഞ്ഞാൽ അവർ ഉറങ്ങരുത്. എലോൺ മസ്കിനൊക്കെ കഥ കേൾക്കാറുണ്ട്, 16 മണിക്കൂർ ഞാൻ വർക്ക് ചെയ്യാറുണ്ട്, ഞാൻ എൻ്റെ ഓഫീസിലാണ് കിടന്നുറങ്ങാറ് എന്നൊക്കെ പറയാറുണ്ട്. മേ ബി ട്രൂ ആയിരിക്കാം. ഇപ്പോൾ ഒരു ഓൺടർപ്രനറുടെ ഒരു പെർസ്പെക്റ്റീവ് ചിന്തിക്കുന്ന സമയത്ത് അയാൾക്ക് ഒരു ദിവസം എത്ര മണിക്കൂർ അയാൾ AIൻ്റെ ഇതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഏതൊക്കെ രീതിയിൽ അയാൾക്ക് മാറ്റങ്ങളുണ്ടാവും? 1 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 2 മണിക്കൂർ, എത്ര മണിക്കൂറൊക്കെ നമുക്ക് AIക്ക് കൊടുക്കാം, അല്ലെങ്കിൽ എത്ര മണിക്കൂർ നമുക്ക് ലാഭം കിട്ടും? അത് നമ്മുടെ വർക്കിനനുസരിച്ചാണ്. ഇതിൽ കാര്യമായിട്ട് ഇതിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വർക്ക് ഒന്നിലധികം തവണ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റെഗുലറായിട്ട് ചെയ്യുന്ന റൂട്ടീനായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഷുഡ് ഓട്ടോമേറ്റ് ഇറ്റ്. നമ്മളത് ഓട്ടോമേറ്റ് ചെയ്യണം. ഒരു ദിവസം മാത്രം ചെയ്യണം, അല്ലെങ്കിൽ അതെ ഡെയിലി ചെയ്യുന്ന കാര്യമാണെങ്കിൽ അത് നിർബന്ധമായിട്ട് ഓട്ടോമേറ്റ് ചെയ്യണം. എന്തായാലും ഒരു കമ്പനിക്ക് ഒരുപാട് ഡെയിലി ആക്ടിവിറ്റീസ് ഉണ്ടാവും, റിപ്പോർട്ട് ജനറേഷൻ ഉണ്ടാവും, മീറ്റിങ്ങുകൾ ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. ഇതൊക്കെ മാറ്റി നിർത്തിയാൽ പിന്നെ കുറഞ്ഞ കാര്യങ്ങളെ സ്വന്തമായിട്ട് ചെയ്യണുള്ളൂ. അത് സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഒരു ഡെസിഷൻ മേക്കിംഗ്. അതെ. ഒരു ഡെസിഷൻ മേക്കിങ്ങിൽ നമുക്ക് ഉപയോഗപ്പെടുന്ന എന്തെങ്കിലും ടൂളുകൾ നമ്മൾ കോഴ്സിൽ പരിചയപ്പെടുത്തണം. കാരണം ഒരു ബിസിനസ് പേഴ്സൺ, ഒരു ഓൺടർപ്രനറുടെ ദ മോസ്റ്റ് സ്ട്രഗ്ലിംഗ്, ദ ക്രിറ്റിക്കൽ ജങ്ക്ചർ എന്ന് പറയുന്നത് ഡെസിഷൻ മേക്കിംഗ് ആണ്. ഈ എംപ്ലോയി എടുക്കണോ, അല്ലെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഇത്രയും സ്പേസ് എനിക്ക് ഓഫീസിന് വേണോ, ഒരുപാട് ഡെസിഷൻ എടുക്കാണ്ട്. ഈ ഡെസിഷൻ മേക്കിംഗിൽ AIയുടെ ഒരു റോൾ എന്താണ്? നമ്മൾ കോഴ്സിൽ മേക്കിങ്ങിൽ നമുക്ക് എപ്പോഴും വേണ്ടത് എന്താ വെച്ചാൽ, ലേറ്റസ്റ്റ് ട്രെൻഡുകളടക്കം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു AI എന്നുള്ളതാണ്. ഇത് ഗ്രോക്കാണ്. എലോൺ മസ്കിന്റെ ഗ്രോക്കാണ് ട്രെൻഡിങ് AI എന്ന് പറയുന്ന പറ്റി. എന്ന് പറഞ്ഞാൽ ട്രെൻഡുകൾ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു AI. ട്രെൻഡ് മനസ്സിലാക്കാനും അത് വെച്ച് ഡാറ്റ ഡ്രീവൺ ഡെസിഷൻസ് ഒക്കെ എടുക്കാൻ ഏറ്റവും നല്ലത് ഗ്രോക്കാണ്. പിന്നെ ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, ഈ സെയിം പ്രോംപ്റ്റ് പിന്നെ ഡാറ്റ ഡ്രീവൺ ആയിട്ടുള്ള ഡെസിഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സംഗതി. അപ്പോൾ ഒരു പ്രോംപ്റ്റ് ഉണ്ടാവും, ഡാറ്റ ഉണ്ടാവും. സെയിം സംഗതി ഈ 3 അല്ലെങ്കിൽ 4 കൊടുക്കും. ഗ്രോക്കിന് കൊടുക്കും, DeepSeekന് കൊടുക്കും, ജെമിനിക്ക് കൊടുക്കും. എന്നിട്ട് 4 പേരുടെയും ആൻസർ എടുത്തിട്ട് അവരൊരു ഡെസിഷൻ എടുക്കും. അപ്പോൾ ഡെസിഷൻ എടുക്കുന്നത് നമ്മളാണ്. ഈ ഡെസിഷനിലേക്ക് നമ്മളെ സഹായിച്ചത് ഈ 4 LLMകളാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ. ഇപ്പോൾ AI ടൂളുകൾ ബിസിനസ് പേഴ്സൺ ഉപയോഗിക്കുന്ന സമയത്ത് ബിസിനസ് ഇതിനപ്പുറത്ത്
ഒരു എത്തിക്സും കൂടിയുണ്ട്. അതെ 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 ഇതൊരു ഓൺലി ദിസ് ഈസ് നോട്ട് എ ടൂൾ ഫോർ ജനറേറ്റിംഗ് മണി, അതെ. ദർ ഇസ് ആൾസോ പാർട്ട് ഓഫ് എത്തിക്സ്. അപ്പം AI ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട അതിൻ്റെ ഒരു ഡേഞ്ചറസ് പാർട്ടുകളുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ഒന്ന്, AI ഓഗ്മെന്റഡ് ഇന്റലിജൻസ്. AI തന്ന റിസൾട്ടിനെ ഒരിക്കലും അതുപോലെ നമ്മൾ വിഴുങ്ങരുത്. അത് നമ്മൾ മാനുവലി റിവ്യൂ ചെയ്യണം. അതാണ് മാനുഷിക ധർമ്മം. അല്ലെങ്കിൽ AI നമ്മൾ ഒന്നായല്ലോ. നമ്മളിപ്പം ഗ്രോസറിയിൽ നിന്ന് അല്ലെങ്കിൽ ചിക്കൻ വാങ്ങിയിട്ട് നമ്മൾ അങ്ങനെ തന്നെ അല്ലല്ലോ ചെയ്യണം. അതിനെ നമ്മൾ നമ്മളെ രീതിയിൽ മാറ്റിയിട്ടാണ് നമ്മളത് കഴിച്ചിട്ടാണല്ലോ സാധ്യത. അപ്പോൾ അതുപോലെ നമ്മളൊരു ക്രിറ്റിക്കലി തിങ്ക് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റം ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് നമ്മുടേതാവുന്നു. അല്ലെങ്കിൽ അത് AI ആണ്, ഇത് നമ്മളാണ്. അത് നമ്മുടേതാവണമെങ്കിൽ നമ്മൾ നമ്മുടേതാക്കിയ ആ സാധനത്തിനെ മാറ്റണം. അതിന് നമ്മൾ അതിനെ റിവ്യൂ ചെയ്യണം, അതിനെ ഫീഡ്ബാക്ക് ചെയ്യണം, അതിനെ ക്രിറ്റിക്കലി തിങ്ക് ചെയ്യണം, എന്നിട്ട് അഡാപ്റ്റ് ചെയ്യണം. നമ്മളൊരു മനുഷ്യനോട് ചെയ്യുന്ന പ്രോസസ്സുകളൊക്കെ ഇതിനോട് ചെയ്യണം. അതെ. AI എ ടൂൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ കാണാൻ പാടുള്ളൂ. AI ഈസ് നോട്ട് റീപ്ലേസിങ്. അത് നമ്മുടെ വർക്ക് ഫ്ലോയെ എൻഹാൻസ് ചെയ്യുന്ന ഒരു ടൂൾ മാത്രം. അതെ, അത്രേ ഉള്ളൂ. ഈ ബിസിനസ്സുകാർ, എനിക്ക് തോന്നുന്നു ബിസിനസ് ഓൺടർപ്രണേഴ്സൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അവരുടെ ഒരുപാട് ഡാറ്റകളുണ്ടാവും. ഒരു പക്ഷേ പേഴ്സണൽ ഡാറ്റയ്ക്ക് അപ്പുറത്ത് ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കമ്പനി ഡാറ്റകളൊക്കെ. അപ്പോൾ ഇത് AI ടൂളുകൾക്ക് കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസോ പ്രശ്നങ്ങളോ? ഇവർ പറയുന്നതൊക്കെ ഇത് കോൺഫിഡൻഷ്യൽ ആണ് എന്നാണ്. പക്ഷേ ഏതെങ്കിലും ഒരു ദിവസം ഡാറ്റ ബ്രീച്ചിങ്ങോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി, ഡാറ്റ ലീക്ക് ആവുകയോ അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നാൽ പിന്നെ നമുക്കിതൊന്നും പറയാനില്ല. അപ്പോൾ അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളതൊന്നും ഇനിയൊന്നും നഷ്ടപ്പെടാനില്ല. ഈവൻ നമ്മൾ ബയോമെട്രിക്സ് അടക്കം മിസ്സായിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ഡാറ്റ ഔട്ടാണ്. ഇനിയിപ്പോൾ ഒന്നും മിസ്സാവാതിരിക്കണമെങ്കിൽ ടെക്നോളജി പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഇതൊന്നും ഇല്ലാത്തൊരു ലോകത്ത് സ്വന്തമായിട്ട് ജീവിക്കണം. കാരണം ഇന്നിപ്പോൾ ഞാനൊരാളെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ അയാളുടെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് പീപ്പിൾ യു മേ നോ എന്ന് വരും. അത്രയും സെൻസ് ചെയ്യുന്നുണ്ട് അൽഗോരിതം. ഇവൻ നമ്മുടെ സംസാരങ്ങളടക്കം മറ്റേ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിച്ച ഇനി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ തുറന്നു നോക്കിയാൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആപ്പുകൾ, അതിൻ്റെ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരിക. കാരണം നമ്മൾ ഈ സംസാരം വരെ മറ്റേ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവരുടെ മാർക്കറ്റിംഗ് ഒക്കെ നടക്കുന്നത്. So there is no safety even in our podcast. അതെ. എനിക്കിപ്പം ബിസിനസ്സുകാരുടെ കാര്യത്തിലാണെങ്കിലും കോമൺ ആയിട്ടുള്ളൊരു ചോദ്യമാണ്, AI എല്ലാ ഉത്തരങ്ങളും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എന്താണ് അതിനെക്കുറിച്ച്? AI തരുന്ന എല്ലാ ഉത്തരങ്ങളും അത് സെർച്ച് ചെയ്തിട്ടാണോ റിസർച്ച് ചെയ്തിട്ടാണോ തരുന്നത്? ഏറ്റവും നല്ല ഉത്തരങ്ങൾ അവിടെ നിന്ന് പിടിച്ചിട്ടാണോ തരുന്നത്? AI നമുക്ക് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ബയാസ്ഡാണ്, കുറേയൊക്കെ ബയാസ്ഡാണ്. മാത്രമല്ല പിന്നെ നമ്മൾക്കനുസരിച്ചായിരിക്കും പലപ്പോഴും ആൻസർ കിട്ടുക. നമ്മളൊരു കൊമേഡിയനാണ്. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ChatGPT തമാശ പറയുന്ന ആളാണെങ്കിൽ നമ്മളോട് തമാശ രീതിയിൽ കൊമേഡിയനായിട്ട് മാറും, ആ ലെവലിലേക്ക് മാറും. അപ്പോൾ നമ്മളുടെ പേഴ്സണാലിറ്റി ഇവർ മനസ്സിലാക്കുന്നുണ്ട്. ഇൻഡിവിജ്വലൈസ്ഡ് ആണ് ഓരോരുത്തരുടെയും LLMകളെ. ഞാൻ ChatGPT ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാൾ ഒരേ ചോദ്യം ചോദിച്ചാൽ രണ്ടുപേർക്ക് രണ്ട് രീതിയിലായിരിക്കും ഉത്തരം. അപ്പോൾ നമ്മൾ പറയുന്നത്, ഞാൻ എന്ത് ചോദിച്ചാലും അതിന് ഡബിൾ ചെക്ക് യുവർ ആൻസർ ഫോർ എവറി ടൈപ്പ് ഓഫ് അക്യുറസി ബിഫോർ യു ജനറേറ്റ് ഇറ്റ് എന്ന് നമ്മൾ ഒരു വട്ടം പ്രോംപ്റ്റ് കൊടുത്താൽ മതി. അങ്ങനെ ഒരു വട്ടം പ്രോംപ്റ്റ് കൊടുത്താൽ പിന്നെ നമ്മൾ എന്ത് ചോദിച്ചാലും അദ്ദേഹം ചെയ്യും പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കും, ഇത് ശരിയാണോ, ഫാക്ച്വൽ അക്യുറസി, ഗ്രമാറ്റിക്കൽ അക്യുറസി, എല്ലാ അക്യുറസിയും വെരിഫൈ ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തരുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുന്ന ചില ഇൻസ്ട്രക്ഷൻസ് മൂപ്പരോട് ഓർത്ത് വെക്കും. മൂപ്പർക്കൊരു മെമ്മറി ഉണ്ട്. ആ മെമ്മറി ഫ്രീ വെർഷൻ പവർ മെമ്മറിയാണ്, നമ്മൾ പറഞ്ഞതൊക്കെ അവിടെ ഉണ്ട്. അതെ. അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ സെറ്റിങ്സിൽ പോയാൽ കാണാനും പറ്റും അവരുടെ മെമ്മറിയിൽ നമ്മളെ കുറിച്ച് എന്തൊക്കെയാണ് ഡാറ്റകളുള്ളതെന്ന്. എനിക്ക് തോന്നിയിട്ടുള്ള ഈ AI ടൂളുകൾ നമ്മളെ ഒന്നിങ്ങനെ സമാധാനിപ്പിക്കുക, നമുക്ക് വേണ്ടത് തരിക. അപ്പോൾ നമ്മളെ ഉദ്ദേശം എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടാൻ വേണ്ടി ആ ഉത്തരം തരും. അപ്പോൾ നമുക്ക് സന്തോഷമാവും. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു സംഭവത്തിന് പേരിടണം. ഇതിലേതാ പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോംപ്റ്റിൽ ഏതെങ്കിലും പേര് നമ്മൾ മുൻതൂക്കം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് അവരതും കൂടി പ്രിഫർ ചെയ്യും. അങ്ങനത്തെ. ഇപ്പോൾ ഉദാഹരണം, നമ്മളൊരു കോഴ്സ്, ഏത് കോഴ്സാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത് നടത്തിയാൽ വിജയിക്കുന്നത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറ്റിയ സാധനം സജസ്റ്റ് ചെയ്തില്ല. കാരണം നമ്മൾ മുമ്പ് 2-3 പറഞ്ഞിട്ടുണ്ടാവും. അത് വെച്ചിട്ടായിരിക്കും നമുക്ക് സജസ്റ്റ് ചെയ്തത്. കാരണം നമ്മളൊരു കോൺഫിഡൻസ് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ മെന്റലി സാറ്റിസ്ഫൈഡ് ആവും. അതെ. അപ്പോൾ ഇങ്ങനത്തെ സംഗതി ഒരുപാട് ഇതിൻ്റെ ഉള്ളിൽ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. AI ബിസിനസ്സുകാരുടെ സംബന്ധിച്ച് നമ്മളൊരു ഫ്യൂച്ചർ കാണണം. അടുത്തൊരു 5 വർഷം ഈ ബിസിനസ് രംഗത്ത് ഓൾറെഡി അപ്ഡേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. AI ടൂളുകൾ നമ്മുടെ ബിസിനസ് ആളുകളിൽ, ഓൺട്രപ്രണേഴ്സിൽ, സ്റ്റാർട്ടപ്പ് ഓണേഴ്സ്, ഈ ആളുകൾ AI യൂസ് ചെയ്തില്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടേക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പ്രോഫിറ്റ് മുതൽ അവരുടെ വർക്ക് ഫ്ലോ മുതൽ. അടുത്ത 5 വർഷത്തിൽ ബിസിനസ്സിൽ വരുന്ന മാറ്റങ്ങൾ എന്തായിരിക്കും AI-യുമായി ബന്ധപ്പെട്ടിട്ട്? അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ ബിസിനസ്സിൽ വളരെ ബൂമിംഗ് ആയിരിക്കും ഉണ്ടാവുക. AI ഉപയോഗിക്കാത്ത ആളുകൾ അവർ ഔട്ടായി പോകുന്നത് മാത്രമല്ല, അവർ ചിത്രത്തിലുണ്ടാവില്ല.
AI ഉപയോഗിക്കുന്നവർ നന്നായിട്ട് കുറേ അഡ്വാൻസ് ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടാവും. AI ഉപയോഗിക്കുന്ന പല കാറ്റഗറി ഉണ്ടാവും, പല category. തുടക്കക്കാർ, ഇന്റർമീഡിയറ്റ്. അതെ, അതെ. അപ്പോൾ ആ ലെവലിലേക്ക് അവർ മാറിയിട്ടുണ്ടാവും. മാത്രമല്ല അവരുടെ ചിന്താഗതിയും അവരുടെ പ്രൊഡക്റ്റും അവരുടെ വിഷനും ഒരു ഗ്ലോബൽ ഫേസിലേക്ക് എത്തിയിട്ടുണ്ടാവും. കാരണം ഈ ഒരു സംഗതികളൊക്കെ ഒരു ഗ്ലോബൽ ഫേസ് അല്ലെങ്കിൽ ഗ്ലോബൽ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകളാണ് ഓരോന്നിനും തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിരന്തരം ഇത് ഉപയോഗിക്കുമ്പോൾ അയാളുടെ കാഴ്ചപ്പാട് ഓരോ ദിവസവും അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അയാൾ പെട്ടെന്ന് അപ്ഡേറ്റ് ആവും. അതേ സമയത്ത് ഇതൊന്നും ഉപയോഗിക്കാത്ത ആളുകൾ പഴയ ചിന്താഗതിയിൽ പഴയ രീതിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ആളുകളുടെ ചിന്താഗതി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എക്സ്പോണൻസ് ആണ് അതിൻ്റെ ഗ്രോത്ത്, ടെക്നോളജിയുടെ ഗ്രോത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തലമുറകളുടെയും ആളുകൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെയും അവരുടെ ഉപഭോഗ രീതിയൊക്കെ ആ ലെവലിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഐഡന്റിഫൈ ചെയ്യാൻ AI ഉപയോഗിക്കാത്ത ആളുകൾക്ക് കഴിയില്ല. സ്വാഭാവികമായിട്ടും അവർക്ക് അപ്ഡേഷൻ കിട്ടുന്നില്ല. ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരിക്കലും മാർക്കിൽ പിടിച്ചിക്കാൻ കഴിയില്ല. അപ്പം നമ്മുടെ ഈ കോഴ്സിലെ പ്രധാനപ്പെട്ട മൊഡ്യൂളുകൾ ഇപ്പോൾ ഒന്ന് ഇപ്പോൾ സെയിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാർക്കറ്റിംഗ് പറയുന്നുണ്ട്, അതുപോലെ കോണ്ടന്റ് ക്രിയേഷൻ പറയുന്നുണ്ട്, ഡിസിഷൻ മേക്കിംഗ് പറയുന്നുണ്ട്, സ്ട്രാറ്റജി മേക്കിംഗുമായി പറയുന്നുണ്ട്, റിപ്പോർട്ട് ജനറേഷനുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. പിന്നെ അവർക്ക് AI ബിസിനസ്സുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത മേഖലകളെ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം അതിനുള്ള ടൂൾസ് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതൊന്നും അല്ലാത്ത മറ്റൊരു മേഖല എങ്ങനെ കണ്ടെത്തണം അതിനുള്ള വഴികൾ നമ്മൾ പരിചയപ്പെടുത്തുന്നു. ബിസിനസ്സുകാർക്ക് വേറൊരു ഏരിയയിലേക്ക് കടക്കണം എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരെ സെൽഫ് സഫീഷ്യന്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഇതിൽ ഈ ഒരു കോഴ്സിൽ പങ്കെടുത്ത ഒരു ഓന്റർപ്രണർ ഇനി നമ്മളെ സഹായം ഇല്ലാതെ അയാൾക്ക് വീണ്ടും അഡ്വാൻസ് ചോദ്യം ചോദിക്കാം. ഇപ്പം ഒരു വളരെ ബിഗിനറായ ഒരു ആളുണ്ടാവും, അയാൾക്ക് നാടൻ ഭാഷയിൽ പറയാൻ നല്ല സ്കില്ലുണ്ടാവും, കച്ചവടം എങ്ങനെ ചെയ്യണം, അതായത് സാധാ കച്ചവടങ്ങൾ ട്രാൻസ്ലേറ്റ് ഒരുപാട് ചെയ്ത ആളുകളായിരിക്കും, കച്ചവടത്തിലുള്ള സ്കില്ലുകളുണ്ടാവും. അങ്ങനത്തെ ഒരു ബിഗിനർ മീൻസ് ഓന്റർപ്രണർഷിപ്പിൽ ബിസിനസ്സിലൊരു ബിഗിനർ ആണെങ്കിൽ അവർക്ക് ഈ കോഴ്സ് ഉപകാരപ്പെടും. അതെ അവർക്കാണ് ഇത് കാര്യമായിട്ട് ഉപകാരപ്പെടുക. കാരണം അവർ ഈ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാത്ത ആളുകളല്ലേ. നമ്മൾ ആദ്യത്തെ 5 വീഡിയോസ് ഇങ്ങനൊന്നും അറിയാത്ത ആളുകൾക്ക് പോലും മനസ്സിലാക്കാവുന്ന ഇതിലേക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളതിൽ പറയുന്നത്. അതുകൊണ്ട് കയറി കഴിഞ്ഞാൽ അവർ മറ്റുള്ള ആളുകളെ പോലെ സെയിമായി പിന്നുള്ളത് അഡ്വാൻസ് സാധനങ്ങളാണ്. അപ്പോൾ ഏതൊന്നും അറിയാത്ത ഒരാൾക്കാണെങ്കിൽ പോലും നമ്മുടെ കോഴ്സിൽ ജോയിൻ ആയി കഴിഞ്ഞാൽ ഇതിൽ അഡ്വാൻസ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ബിസിനസ്സുകാരാണെങ്കിലും ഓൺട്രപ്രണേഴ്സ് ആണെങ്കിലും ഈ AI ടൂളെ കുറിച്ചൊരു മിത്ത് ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന, നിങ്ങൾക്ക് തോന്നുന്ന ഏറ്റവും വലിയ മിത്ത് എന്താണ്? നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്ന AI കുറിച്ചുള്ള മിത്ത്. AI is replacing human being. പല ആൾക്കാരും വിചാരിച്ചൊരു സംഗതിയാണ് AI മനുഷ്യനെ റീപ്ലേസ് ചെയ്യുന്നുള്ളത്. പക്ഷെ ഒരിക്കലും നടക്കാൻ പോകാത്തൊരു കാര്യമാണിത്. AIക്ക് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. മനുഷ്യന്റെ കാര്യം മനുഷ്യനെ ചെയ്യാൻ കഴിയുള്ളൂ. മനുഷ്യത്വം എന്നുള്ളത് നിലനിർത്തണം എന്നുണ്ടെങ്കിലും മനുഷ്യനെ മനുഷ്യനായി കാണാനും മനുഷ്യനെ കഴിയും. അവിടെ അതെ കറക്റ്റാണ്. കാരണം ഈ AIക്ക് ഇമോഷൻ ഇല്ല. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അപ്പോൾ ആളുകൾ അത്രയും സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകൾക്ക് AI കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇമോഷൻ വർക്കാവുന്ന മനുഷ്യന്മാരിൽ മാത്രമാണ്. അപ്പോൾ ആലോചിച്ച് നോക്കിയ ഒരു ബിസിനസ്സുകാരൻ, ആ ബിസിനസ്സുകാരന് AI ഉപയോഗിച്ചിട്ട് എല്ലാം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ AI ചെയ്യുന്നുണ്ട്. ഈവൻ ഇനി സൂപ്പർ ഇൻ്റലിജൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു റോബോട്ടിക് ലെവലിലേക്ക് AI പൂർണ്ണമായിട്ടും ഇൻ്റഗ്രേറ്റ് ചെയ്താലും അയാളുടെ ജോലിക്കാരും അയാളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനോട് AI ഉണ്ട്. ഈ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതി എന്തായിരിക്കും എന്ന് അറിയാം. നെക്സ്റ്റ് AI ആയിരിക്കും. എനിക്കൊന്ന് സംസാരിക്കാൻ ഒരു മനുഷ്യൻ, എന്നൊന്ന് ഹഗ് ചെയ്യാൻ, എന്നൊന്ന് കിസ് ചെയ്യാൻ. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അത് വളരെ വലിയൊരു ഏരിയയാണ്. അതൊരിക്കലും AI ടൂൾസിന് കഴിയില്ല. നമുക്ക് നല്ല ശബ്ദത്തിലൊക്കെ വേണമെങ്കിൽ 11 ലാംസ് എന്നൊക്കെ ഒരു ഫ്രണ്ടിനൊക്കെ ആക്കാം. സ്റ്റിൽ അതിനൊരു മെഷീൻ, ഒരു ആർട്ടിഫിഷ്യാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഒരു മൈൻഡും ഇതിനൊരു സ്വാധീനം ഉണ്ടല്ലോ. അതെ നമുക്ക് ഒരിക്കലും അതിനെ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. അതന്നെയാണ് ഏറ്റവും വലിയ മിത്ത്. നമ്മൾ ഈ ഡോജോക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഈ കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ബിസിനസ്സിലേക്ക് കടക്കുന്ന ആളുകൾ, ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരുന്ന ആളുകൾ, ഒരു വളരെ സ്ക്രാച്ച് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, ഡ്രീം പ്രൊജക്റ്റൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് ഇനീഷ്യലി പറഞ്ഞ പോലെ ഒരുപാട് സ്റ്റാഫിനെ വെക്കാനോ അല്ലെങ്കിൽ വളരെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനോ ഹ്യൂമൻ റിസോഴ്സിന് എംപ്ലോയബിലിറ്റി ഒന്നും പോസിബിൾ ആവില്ല. അപ്പം നിങ്ങൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരുപാട് ട്രെയിനിങ് സെഷനുകൾ നടത്തിയിട്ടുണ്ട് AI ബന്ധപ്പെട്ടിട്ട്. ഇങ്ങനൊരു ഗ്യാപ്പ് ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്ന് തോന്നാൻ കാരണം ഇങ്ങനത്തെ ഒരു കോഴ്സ്, ഒരു ഇൻഫർമേഷൻ ഷെയറിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഓൺട്രപ്രണേഴ്സിന് അത് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നാൻ കാരണം എന്താണ്? അങ്ങനെയാണോ നമ്മൾ ഡോജോക്സിൻ്റെ കോഴ്സിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് ആ ഒരു തോട്ട് വന്നത് ഈ കോഴ്സ് ക്രിയേറ്റ് ചെയ്യണമെന്ന്? ഇതിൽ ഒരുപാട് ആളുകൾക്ക് AI എന്തൊക്കെയോ ചെയ്യുമെന്ന് അറിയാം, പക്ഷെ എങ്ങനെ ചെയ്യുമെന്ന് അറിയൂല. ഇനി അത് ചെയ്യുമെങ്കിൽ തന്നെ അത് നമുക്കൊന്നും പറ്റിയ സംഗതിയല്ല. ചെയ്യുന്നു വിചാരിക്കണമല്ലുണ്ട്. അതെ. അപ്പൊ ഇതൊരു ടെക്നിക്കൽ ആ ഒരു ഫീൽഡിലുള്ള ആളുകൾക്കൊക്കെ കഴിയുള്ളൂ, നമുക്കൊന്നും അറിയൂല. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ധാരണ ഉണ്ട്. എൻ്റെ ഒരു മിത്തായിരുന്നു കേട്ടോ. ഞാൻ പേഴ്സണലി വിചാരിച്ചു ഭയങ്കര IT നോളജ് വേണം, നമ്മളൊരു ഏരിയ അല്ല അത്. അപ്പൊ അതൊരു മിത്താണ്. അതെ.
അപ്പോൾ ഇതിപ്പോൾ ഈ ബിസിനസ്സുകാർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര സ്ട്രെസ്സായിട്ട് നടക്കുന്ന ആളുകളായിരിക്കും. കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരിത് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ സ്ട്രെസ് ഒഴിവാക്കാം, ഹാപ്പി ആയിട്ട് നടക്കാം, ബിസിനസ് സ്കെയിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന വലിയൊരു സമ്മാനമായിരിക്കും ഇത്. ആ ഒരു മൈൻഡ് സെറ്റാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഒരു ഗൈഡ് ചെയ്തത്. അപ്പോൾ അവർ ഇതിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർക്ക് അതിനെ കൊണ്ട് ചെയ്യാം. അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാം. എൻ്റെ സ്റ്റാഫിന് പോലും വെക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾക്ക് അവർക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. പണം വളരെ കുറവായിരിക്കും, പക്ഷെ ഒരുപാട് സ്റ്റാഫുകൾ ആവശ്യമായിരിക്കും. ഇവർക്ക് ഇനീഷ്യലി ഒരു സ്റ്റാഫിനെ ഹയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈവൻ ലോഗോ മേക്കിങ്ങിന്, ലോഗോ കൺസെപ്റ്റ് ക്രിയേഷന്, അത് വെച്ച് വീഡിയോ ബ്രാൻഡിങ്, മറ്റ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ, സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാൻ, അതിനുശേഷം അവർക്ക് ലീഡ് ജനറേഷന്, ലീഡ് ക്വാളിഫൈ ചെയ്യാൻ, അതിന് വേണ്ടിയുള്ള സെയിൽസ്, അതിലെ ലെറ്റേഴ്സ്, ഇമെയിൽസ്, മറ്റു കാര്യങ്ങൾ റൈറ്റ് ചെയ്യാൻ, ബ്രോഷറുകൾ ജനറേറ്റ് ചെയ്യാൻ, പിന്നെ അതിനുശേഷം അവർക്ക് വേണ്ട റിപ്പോർട്ടുകൾ, മറ്റു കാര്യങ്ങൾ, ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാൻ. ഇതിനൊന്നും ഒരു മനുഷ്യൻ്റെ ആവശ്യമില്ല. മതി. ഇത് വളരെ സിമ്പിളാണ്. ഇതിനൊരു പെയ്ഡ് ആപ്പ് പോലും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാം. അതെ, വളരെ അത്യാവശ്യമുള്ള എംപ്ലോയീസിനെ മാത്രം വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ടൂളുകൾ ഉപയോഗിച്ചിട്ട് അവർക്ക് അവരുടെ ബിസിനസ് ലവറേജ് ചെയ്യാൻ പറ്റും. ഈവൻ ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. മറ്റേ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 300 രൂപ കൊടുക്കണം. ഒരു ആവറേജ് 300, 500 ഒക്കെ 1000 വരെ 2000 ഒക്കെ വാങ്ങുന്ന ആളുകളുണ്ട്. ഇതിപ്പോൾ 1 രൂപ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ ഒരു മാർക്കറ്റിൽ എത്ര ആവറേജ് എത്രയാ? അതെ. പക്ഷേ ആളുകൾ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ അങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇത് AI ആണല്ലോ എന്ന് പറയാറുണ്ട്. ഈ പോസ്റ്റർ AI ആണല്ലോ. അവിടെ എനിക്ക് തോന്നുന്നു പ്രോംപ്റ്റിംഗ്, അത് നമ്മൾ മെറ്റാ പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്ന സാധനമുണ്ട്. ചിലപ്പോൾ പ്രോംപ്റ്റ് നമ്മൾ കൊടുത്താൽ റെഡി ആയിക്കൊള്ളുന്നില്ല. കാരണം ഒരു ഗ്രാഫിക് ഡിസൈനറുടെ മൈൻഡ് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അവിടെ പ്രോംപ്റ്റ് കൊടുക്കും. അപ്പോൾ നമുക്ക് നമ്മളായിട്ടാണ് കൊടുക്കുന്നത് പ്രോംപ്റ്റ്. അതെ, നമുക്ക് അവിടെ മെറ്റാ പ്രോംപ്റ്റ് യൂസ് ചെയ്യാം. അങ്ങനെ കൊടുത്ത് കിട്ടുന്ന പോസ്റ്റർ പലപ്പോഴും അത് AI ആണ്. ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പോലും പറ്റാത്ത സാധനങ്ങളായിരിക്കും. നമ്മളായിട്ട് കൊടുക്കുകയാണ്. അവിടെ നേരത്തെ പറഞ്ഞ പ്രോംപ്റ്റിംഗ്, ആക്ട് ആസ് എ ക്രിയേറ്റീവ് വിഷ്വലൈസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രോംപ്റ്റ് അവരെ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിക്കുന്നു. ആ പ്രോംപ്റ്റ് നമ്മൾ വീണ്ടും കൊടുക്കുന്നു. അപ്പോൾ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് ലഭിക്കുന്നു. ചില ആളുകൾ ഇത് തന്നെ 4 ടൂളുകൾ ഇടും. ജെമിനിയോട് ചോദിക്കും, ChatGPT ചോദിക്കുന്നുണ്ട്, നല്ല പോസ്റ്റേഴ്സ് ചെയ്യും. അതെ, എനിക്കൊന്നും നിങ്ങളിപ്പോൾ ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഈ AI വിഷയത്തിൽ. Would you share one of the best experiences or any transformation happened in their life or journey or any business journey, something? പല രീതിയിലുള്ള ആളുകളെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, ഓൺടർപ്രണേഴ്സിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഞാൻ കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് ഞാനൊരു എറണാകുളത്ത് വെച്ച് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് സ്ഥാനത്തേക്കുള്ള ഒരാളായിരുന്നു. അദ്ദേഹം വിരമിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഒരു NGO ഒക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് പ്രായമുള്ള മനുഷ്യനാണ്. ഈ മനുഷ്യന് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇത് AI ഇങ്ങനെ വന്ന് തുടങ്ങുന്ന സമയം കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് അവർ ക്ലാസ് കഴിഞ്ഞ് വന്നതിന് ശേഷം എന്നോട് പറയണേ, കുറച്ച് പ്രായമുള്ള മനുഷ്യൻ, നമ്മളൊന്നും ഒരിക്കലും അങ്ങനെ അവരെക്കുറിച്ച് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല. അതെ, പറയണേ, ഞാനിപ്പോൾ ഒരു കൃഷിയുമായി ബന്ധപ്പെട്ട ഫീൽഡിൽ ഒരു NGO കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ എല്ലാ കർഷകർക്ക് ഈ ക്ലാസ് എടുക്കണം, AI ക്ലാസ്. ഞാൻ ആകെ ഷോക്കായി. അപ്പോൾ ആ മനുഷ്യൻ ഉൾക്കൊണ്ട രീതിയാണ്. കർഷകരാണ്, NGO ആണ്, ആയ മനുഷ്യനാണ്. നമ്മൾ ഒരിക്കലും കർഷകർക്ക് AI കുറിച്ച് ആലോചിക്കുക പോലും ഇല്ലല്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇങ്ങനെയും ഉൾക്കൊള്ളുന്ന മനുഷ്യന്മാരുണ്ട്. അതെ, കൺവെൻഷനെ ബ്രേക്ക് ചെയ്യാൻ താല്പര്യമുള്ള വളരെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾ AI സ്വീകരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ്, അങ്ങനെ പല ആളുകളും AI ഇപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസിലുണ്ട്. നിങ്ങൾക്ക് തോന്നി ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് ഉള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ AI പഠിപ്പിക്കുക, ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ആർക്കെങ്കിലും AI പഠിക്കാൻ വളരെ റിസ്ക്കാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനത്തെ എന്തെങ്കിലും? ഞാൻ ഈ അടുത്ത് ഒരു ഗവൺമെൻറ് ഹൈസ്കൂൾ അധ്യാപകന്മാർക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ എല്ലാ ടീച്ചേഴ്സും വളരെ സപ്പോർട്ടീവായിരുന്നു. അതിൽ ഓൾഡ് ജനറേഷൻ ഉണ്ട്, പിന്നെ ജെൻസികളുണ്ട്, ആൽഫ, പിന്നെ അതുപോലെ എല്ലാ ജനറേഷനും ഉണ്ട്. പലരും പല രീതിയിൽ എല്ലാ ജനറേഷൻസും ഉണ്ട്. അപ്പോൾ അതിൽ അവർ പറഞ്ഞ് ഓരോരുത്തർ ഇങ്ങനെ അനുഭവം പറഞ്ഞു. പക്ഷേ അതിലൊരു ടീച്ചർ എണീറ്റ് പറഞ്ഞു, എനിക്കറിയാം സാറേ, എനിക്കിത് പഠിക്കാൻ പറ്റും. ഞാനാണ് ഇവിടുത്തെ കൈറ്റിൻ്റെ സ്കൂളിൻ്റെ ഗവൺമെൻറ് അതിൻ്റെ കൈറ്റിൻ്റെ ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ആൾ ഞാനാണ്. ഞാനിതെനിക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ കഴിയും. പക്ഷെ ഞാൻ പഠിക്കൂല സാറേ. എന്താണെന്ന് വെച്ചാൽ എനിക്കെല്ലാം നാച്ചുറലാവണം, എനിക്കെല്ലാം ഞാൻ തന്നെ ചെയ്യണം, എനിക്ക് മറ്റൊന്നും ഇഷ്ടമല്ല, എനിക്ക് വളരെ മാനുവലായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഉദാഹരണം പറയുമ്പോൾ ആ ടീച്ചർ അവിടെ മാത്സുമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് കാര്യങ്ങളൊക്കെ മാത്സിൻ്റെ ഓരോ ഇങ്ങനെ കൊടുത്താൽ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടും, വ്യത്യസ്ത വഴികൾ നമുക്ക് പറഞ്ഞുതരും. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ കിട്ടുന്നത് ഒരു ത്രില്ലല്ല സാറേ. അപ്പോൾ അങ്ങനെ ആ ലെവലിലായിരുന്നു സംസാരം. എല്ലാവരും ത്രില്ലില്ല. അപ്പോൾ അങ്ങനെയുള്ള ടീച്ചേഴ്സിനെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം അവിടുത്തെ HM പറഞ്ഞു കേട്ടോ,
അവർ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരു ആളാണ്. ഉണ്ട്. ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നപ്പോൾ അവർക്ക് കുടുംബത്തിൽ നിന്ന് സ്നേഹം അങ്ങനത്തതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു സംഗതി അവരെ ഒരു വേറെ ലെവലിൽ ബാധിച്ചു. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മനുഷ്യൻ്റെ ഈ മൂഡ് സ്വിങ്, ഇമോഷൻ, ഇതൊക്കെ നമുക്ക് മനുഷ്യന് മാത്രം സംഭവിക്കുന്ന അതൊരിക്കലും എ ഐക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ആ ഒരു നിങ്ങൾ പറഞ്ഞ ആ ഒരു പ്രോബ്ലത്തിന് ഒരിക്കലും എ ഐക്ക് സൊല്യൂഷൻ ഇല്ല. അപ്പോൾ എ ഐ ആണ് എല്ലാം എന്നുള്ളൊരു മിത്തും കൂടി നമുക്ക് ഈ കോഴ്സിലൂടെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ChatGPT or Google Gemini? ChatGPT. എന്തുകൊണ്ടാണ്? ChatGPT is long content. Gemini is short. ChatGPT or Claude? Claude. Why you love Claude? Claude is advanced. Voice AI or text AI? Text AI. AI എന്നുള്ളതാണ് ആദ്യം പഠിക്കണോ അതോ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പഠിക്കണോ? Prompt engineering. ഇനി ഒരു ദിവസം ഞങ്ങോട്ട് AI ഇല്ല, ഒരു ദിവസം സുപ്രഭാതത്തിൽ ChatGPT, Google Gemini ഒക്കെ സ്റ്റക്കായി, വാട്ട് യു തിങ്ക് വിൽ ഹാപ്പൻ? Happiness. സന്തോഷം. ഗുഡ്. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഒരു ഓൺട്രപ്രണർ, നമ്മൾ കോഴ്സ് വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് ആയിരിക്കും ഓൺട്രപ്രണേഴ്സ്, ബിസിനസ് ഓണേഴ്സ്. ഒരു ഓൺട്രപ്രണർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ട ടൂളുകൾ ഏതൊക്കെയാണ്? AI ടൂളുകൾ. N8N, ChatGPT, Claude. N8നെ കുറിച്ചൊന്ന് പറയോ? വർക്ക് ഓട്ടോമേഷൻ. നമ്മളെല്ലാ കാര്യവും ഓട്ടോമേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് N8N. അതിൽ ഒരുപാട് ടൂൾസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അതും പെയ്ഡ് ആയിരിക്കും. പെയ്ഡാണ്, പക്ഷെ വളരെ യൂസ്ഫുൾ ആണ്. നമ്മളെല്ലാ കാര്യത്തും വെച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് നമ്മൾ കോഴ്സിൽ പറയുന്നുണ്ട്. നമ്മൾ കോഴ്സിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ നമ്മൾ ഈ പോഡ്കാസ്റ്റ് കാണുന്നുണ്ടാവും. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ആളുകൾ, ഫൈനലി മൈ ക്വസ്റ്റ്യൻ, ഈ കോഴ്സ് പർച്ചേസ് ചെയ്താൽ ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ബിസിനസ് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഇതൊരു ചെറിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഈ കോഴ്സ്, പിന്നെ അത് വാച്ച് ചെയ്യുക, ഈ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത്. ആരൊക്കെ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യണം? ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഡെസിഷൻ ഏറ്റവും ഫ്ലോപ്പ് ആകുന്ന ആളുകൾ, സോളോ പ്രനേഴ്സ്, ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും ഹയറിങ്ങും മാർക്കറ്റിങ്ങും സോഷ്യൽ മീഡിയ മാനേജിങ് ഒക്കെ ചെയ്യുന്ന ആളുകൾ, ബിസിനസ് നിർത്തിപ്പോണമെന്ന് തോന്നിയ ആളുകൾ, ഇത് വേണ്ടില്ലായിരുന്നു തോന്നിയ ആളുകൾ അത് നിർബന്ധമായിട്ടും ഈ കോഴ്സ് വാച്ച് ചെയ്യണം. ബിസിനസ് തുടങ്ങാനിരിക്കുന്ന ആളുകൾ, ഇനി ബിസിനസ് 10x ദിവസങ്ങൾക്കുള്ളിൽ 10x സ്കെയിലിംഗ് ആഗ്രഹിക്കുന്ന ആളുകൾ, ഇപ്പോൾ ഉള്ള ബിസിനസ്സിൻ്റെ ഒരു കോടിയാണെങ്കിൽ 10 crores ട്രാൻസ്ഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. ഇനി അങ്ങോട്ട് AI തന്നെയാണ് എല്ലാം, അല്ലെങ്കിലും പല കാര്യങ്ങളും AI ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡോജോക്സിൻ്റെ പോഡ്കാസ്റ്റിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കോഴ്സ് ക്രിയേഷൻ നമ്മൾ പ്ലാറ്റ്ഫോമിൽ കോഴ്സ് പബ്ലിഷ് ആയിട്ടുണ്ട്. ബിസിനസ് തുടങ്ങുന്ന, ബിസിനസ് റൺ ചെയ്യുന്ന, ബിസിനസ്സിൽ ഒരുപാട് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെയുള്ള വളരെ അടിപൊളി കോഴ്സാണ് AI ആൻഡ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഫോർ ഓൺട്രപ്രണേഴ്സ് എന്നുള്ള കോഴ്സ്. So thank you, Yusuf, for sharing the wonderful experience, and thank you for creating a wonderful course in the Dojux platform. Thank you.